അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാന് നമ്മുടെ ഒരു വിളിപ്പാടകലെ നമ്മുടെ പടിവാതിൽക്കൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. സാധാരണ നമ്മൾ ചിലപ്പോൾ എല്ലാ പ്രഭാഷണങ്ങളിലും കേൾക്കാറുള്ള സംഗതിയാണ് റമദാൻ റജബ് മുതൽ നമ്മുടെ ഒരു പ്രാർത്ഥന അല്ലേ, അല്ലാഹുമ്മ ബല്ലിഗ്നാ റജബൻ വ ശഅബാനൻ വ ബല്ലിഗ്നാ ഷഹ്റ റമദാൻ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അതായത് റജബിലും ശഅബാനിലും ബർക്കത്ത് ചെയ്യണേ, എന്നിട്ട് ഞങ്ങളെ റമദാനിലേക്ക് എത്തിക്കണേ. അപ്പം നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാനിലേക്ക് എത്തിക്കണം. നമ്മളെ മിടുക്കുകൊണ്ട് നമ്മൾ എത്തുന്നതല്ല എന്നതാണ് ആ പ്രാർത്ഥനയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ എത്തുന്നത് എങ്ങനെയാവണം? നല്ല ആരോഗ്യത്തോടു കൂടി ആവണം അല്ലേ. എന്തെങ്കിലും അസുഖം വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് ആ റമദാനിൽ എത്തിയിട്ട് എന്താ കാര്യം? അപ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെത് ഒരുമിച്ച് ചേർന്ന് കിട്ടിയാലേ നമുക്ക് ഈ റമദാനിനെ ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെ അല്ലാഹുമ്മ ബല്ലിഗ്നാ ഷഹ്റ റമദാൻ, റജബ് ഷഅബാനൊക്കെ കഴിയാറായി. അപ്പം ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി പ്രാർത്ഥിക്കാനുള്ളത് റമദാനിലേക്ക് എത്തിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ്. അത് ആത്മാർത്ഥമായിട്ട് തന്നെ നമ്മൾ ഓരോ സമയവും പ്രാർത്ഥിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ റമദാനിൽ എത്താൻ, ആ എത്തിയ റമദാനിൽ തന്നെ വളരെ വൃത്തിയായും ഭംഗിയായും പരിപൂർണതയോടും കൂടി അതിൻ്റെ അമലുകളൊക്കെ ചെയ്യാനൊക്കെ നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന തന്നെയാണ്. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം. ഏതൊരു മാസം കണ്ടാലും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പല രീതിയിലുള്ള ഹദീസുകൾ നമുക്ക് തിരുസുന്നത്തിൽ കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഏത് മാസം കണ്ടാലും പിന്നെ റമദാൻ എന്നല്ല, നമ്മൾ ഏത് അറബി മാസം കണ്ടാലും അല്ലാഹു അക്ബർ അങ്ങനെയാണ് നമ്മൾ ആദ്യം പറയേണ്ടത്. അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ. പിന്നെന്താ, അല്ലാഹുമ്മ അഹില്ലഹു അലൈന, അള്ളാഹുവെ ആ മാസത്തിൽ ഞങ്ങൾക്ക് നീ എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് ആ മാസത്തിലേക്ക് നീ ഞങ്ങളെ എത്തിക്കണം. എങ്ങനെ എത്തിക്കേണ്ടതെന്നറിയോ? ബിൽ അംനി വൽ ഈമാൻ, നല്ല ശാന്തിയോടുകൂടി ഈമാനോടുകൂടി, വസ്സലാമത്തി വൽ ഇസ്ലാം, സമാധാനത്തോടെയും ഇസ്ലാമിലായിക്കൊണ്ടും ഞങ്ങളെ എത്തിക്കണേ. വ തൗഫീഖി ലിമാ തുഹിബ്ബു മാ തർത്തദി റബ്ബി വ റബ്ബുക, നീ പിന്നെ ഈ മാസപ്പിറവിയോട് പറയണേ, നിന്റെയും എൻ്റെയും രക്ഷിതാവിന് തൃപ്തിപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ റബ്ബെ നീ ഞങ്ങൾ ആ മാസത്തിലേക്ക് എത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കണം എന്നാണ്. അപ്പോൾ ഈ രണ്ട് പ്രാർത്ഥനയും കൂടി ചേർത്ത് വെച്ച് നോക്ക്. അപ്പം നമ്മൾ എത്രമാത്രം ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണമല്ലേ. നമുക്ക് അമ്നുണ്ടാവണം. നമ്മളെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമാണെന്നുണ്ടെങ്കിൽ ആരാധനാ കർമ്മങ്ങളിൽ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടൂല. അപ്പം നമുക്ക് ഈമാന് വേണം, ഇസ്ലാം വേണം, മനസ്സിന് ശാന്തിയും സമാധാനവും വേണം, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്ന് നമ്മൾ ആദ്യം അടിവരയിട്ട് മനസ്സിലാക്കുക. അപ്പം റമദാനിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എല്ലാ കാര്യങ്ങളും, അതുകൊണ്ടാണ് റജബ് ഷഅബാൻ മുതൽ എന്തിനാ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് നിങ്ങൾക്കറിയോ? റജബ് ഷഅബാൻ മുതൽ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് റമദാൻ ഒരു കൃഷിയിടത്തോടാണ് പണ്ഡിതന്മാരൊക്കെ ഉപമിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു കൃഷിയിടാണെങ്കിൽ എന്താ ചെയ്യുക? ആദ്യം നമ്മൾ ആ സ്ഥലം തിരഞ്ഞെടുക്കും, പിന്നെ അതൊന്ന് ഉഴുത് മറിക്കും അല്ലേ, എന്നിട്ട് പിന്നെ അതിൽ വളം ചേർക്കും, പിന്നെ അതിൻ്റെ മണ്ണൊക്കെ പാകപ്പെടുത്തും. റജബ് എന്ന് പറഞ്ഞാൽ അതിനുള്ള സമയമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ മനസ്സിലുള്ള എല്ലാ കറകളും പോവണം. നമ്മൾക്ക് പല ദുസ്വഭാവങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ നിസ്കരിക്കാത്ത ശീലം ഉണ്ടാവും, ഖുർആൻ ഓതാത്ത ശീലം ഉണ്ടാവും, ആളുകളോട് പല തരത്തിലുള്ള പകയോ വൈരാഗ്യമോ ദേഷ്യമോ വെറുപ്പോ പിണക്കമോ ഒക്കെ ഉണ്ടാവും. അങ്ങനെ എന്തൊക്കെയാണോ നമ്മളെ അമലുകളെ തടഞ്ഞു നിർത്തുന്ന കാര്യങ്ങളുള്ളത് അത് കണ്ടെത്തണം. ഞാൻ പറയുന്നത് ഒരു സ്ഥലം കണ്ടെത്തണം എന്ന് പറഞ്ഞില്ലേ. കൃഷി വെറുതെ ചെയ്യാൻ പറ്റൂലല്ലോ, അതിന് അനുയോജ്യമായ ഒരു സ്ഥലം നമ്മൾ ആദ്യം കണ്ടെത്തും എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ എന്തെല്ലാം ഉണ്ട് എന്നത് കണ്ടെത്തലാണ് ആദ്യത്തെ പണി. അങ്ങനെ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? അവിടെ വെള്ളം വളമൊക്കെ ചേർത്ത് പിന്നെ വിത്തുകൾ പാകി അതിന് വെള്ളം തളിച്ച് ശഅബാൻ ആവുമ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സെന്താവണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നോമ്പ് റമദാൻ കഴിഞ്ഞാൽ എടുത്തത് ഏത് മാസത്തിലാണ്? ശഅബാൻ മാസത്തിലാണല്ലേ. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഇതാണ് സംഭവം. അതായത് പിന്നെ കൃഷി നടുന്നത് പറഞ്ഞതുപോലെ ശഅബാൻ എത്തുമ്പോഴത്തേക്ക് മനസ്സ് ഈ റമദാനിനെ വരവേൽക്കാൻ സജ്ജമായിട്ടുണ്ടാവണം. നോമ്പിനെ നമുക്ക് ആദ്യത്തെ നോമ്പിൻ്റെ അന്നല്ല, എന്നിപ്പോൾ എന്തൊക്കെയാണാവോ വിശന്നിരിക്കേണ്ടി വരുമോ,
പിന്നെ നല്ല ചൂടാണ്, എങ്ങനെയൊക്കെയാണ് അവ ദാഹം സഹിച്ചിട്ട് നോമ്പ് മുന്നോട്ട് പോവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനത്തെ ബേജാറൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താ, ഷഅബാനിലെ അദ്ദേഹം അതിനുള്ള ഒരുക്കം തുടങ്ങുകയാണ്, സ്വഹാബിമാർ ഒരുക്കം തുടങ്ങുകയാണ്. അപ്പൊ റമദാൻ കടന്നു വരുമ്പോൾ ഇന്ന് മുതൽ ഒരു പുതിയ നോമ്പിലേക്ക് കടക്കുന്നു എന്നല്ല അവർക്ക് തോന്നുന്നത്. അവര് ആദ്യമേ നോമ്പെടുത്ത് വന്നതിൻ്റെ ആ പരിചയത്തിൽ തന്നെയാണ് റമദാനിലേക്ക് നോമ്പില് അവർ കടന്നു വരുന്നത്. അപ്പോൾ ഷഅബാൻ അങ്ങനെയാണ്. അങ്ങനെ റമദാൻ എത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, പിന്നെ മണ്ണൊരുക്കി അതിൽ വിത്തിട്ടു, അതിന് വെള്ളം ഒഴിച്ചു, അത് ചെടിയായി, പിന്നെ ചെടിയൊക്കെ മുളച്ച് അത് അതിൻ്റെ പിന്നെ പൂർണ്ണതയിലെത്തിയാൽ എന്താ സംഭവിക്കുക, നമ്മൾ അത് എന്ത് ചെടിയാണോ എന്ത് കായാണോ അതിൽ നിന്ന് കിട്ടുന്നത് അതിൻ്റെ വിളവെടുപ്പാണല്ലേ. അതേപോലെ പരിശുദ്ധ റമദാൻ എന്ന് പറഞ്ഞാൽ ഒരു വിളവെടുപ്പ് ഉത്സവമാണ്. പിന്നെ നമുക്ക് വേറെ പണി ചെയ്യാനൊന്നും പറ്റൂല. അപ്പൊ വെള്ളം ഒഴിക്കലോ വിത്ത് പാകണ സമയമല്ല. പരമാവധി കർമ്മങ്ങളിലേക്ക്, ആരാധന നമസ്കാരമായിട്ടും അതുപോലെ സുന്നത്ത് നമസ്കാരങ്ങളായിട്ടും വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധമായിട്ടും ദിക്ർ ദുആകൾ തുടങ്ങി എന്തെല്ലാം കർമ്മങ്ങളിൽ നമുക്ക് ഏർപ്പെടാൻ പറ്റുമോ അതിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് വിളവെടുപ്പ് ഉത്സവം, കൊയ്ത്തുത്സവം, പരമാവധി നമ്മുടെ ആ അക്കൗണ്ട് ബുക്കിലേക്ക് ഈ ബാലൻസ് എത്തിക്കാനുള്ള നിതാന്തമായൊരു പരിശ്രമത്തിന്റെ സമയമാണ് പിന്നെ റമദാൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ 3 മാസത്തെ ഇങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ആ റമദാനിന്റെ ഏറ്റവും നല്ല മനസ്സോടു കൂടി റമദാനിലേക്ക് എത്താൻ പറ്റുക. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റമദാൻ ഒരു വെളിപ്പാടകലെ നിൽക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളെങ്കിലും നമ്മൾ ഇപ്പോഴേ റമദാനിലായതിൻ്റെ ഒരു പ്രതീതിയോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുമ്പോഴാണ് റമദാനിനെ ആ അർത്ഥത്തിൽ തന്നെ നമുക്ക് കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഈ കൊയ്ത്തുത്സവത്തിലേക്ക് കടക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ എന്നതാണ് എനിക്ക് രണ്ടാമതായി നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ നമ്മളെ മണ്ണും പിന്നെ ഇതൊക്കെ ഒരുക്കുന്നത് പോലെ നമ്മുടെ മനസ്സിനെ ഒരുക്കി, പിന്നെ നമ്മുടെ ചിന്തകളെ മാറ്റി നിർത്തി നമുക്ക് ഉള്ള ബാക്കിയുള്ള എന്തെങ്കിലും തടസ്സങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നമ്മുടെ ഹൃദയത്തെ ക്ലിയർ ആക്കേണ്ട ഒരു സമയത്താണ് നമ്മൾ ഉള്ളത് എന്ന ബോധം എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും വളരെ അനിവാര്യമായിട്ടുണ്ടാകണം എന്നാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ നാട്ടിൽ പിന്നെ ഒരുപാട് പള്ളികളുണ്ട് അല്ലേ. പെണ്ണുങ്ങൾക്ക് പോകാൻ പറ്റുന്ന പള്ളികളും അല്ലാത്തതും, നല്ല മൂടി പിടിപ്പിച്ച പള്ളികൾ, ചെറിയ പള്ളികൾ, വലിയ പള്ളികൾ. അങ്ങനെ നമ്മൾ നോക്കിയാൽ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ഉണർവൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ വാർത്തകൾ കാണുമ്പോൾ, വാർത്തകൾ കേൾക്കുമ്പോൾ, പലരും പറഞ്ഞു കേൾക്കുമ്പോൾ ഒരു ആത്മീയമായൊരു ശൂന്യത അല്ലേ. എന്തൊക്കെ ചെയ്യുന്നുണ്ടാവും, നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, പക്ഷെ ഒരു മനുഷ്യനെ പറ്റി ചിലപ്പോൾ നമ്മൾ അന്നേരം എന്തോ ഒരു പെട്ടെന്ന് വാർത്ത ഈ മനുഷ്യനും ഇങ്ങനെ ആയിപ്പോയോ അല്ലെ, അങ്ങനെ തോന്നും. എന്ന് പറഞ്ഞാൽ ആത്മീയമായൊരു ശൂന്യത നമുക്ക് എവിടെയും കാണാൻ പറ്റും. എന്താണ് ഈ ശൂന്യതക്ക് കാരണം? നിസ്കരിച്ചിട്ടും നമുക്ക് എന്ത് കിട്ടുന്നില്ല? ഒരു ആത്മീയമായൊരു നിർവൃതി കിട്ടുന്നില്ല. ആരാധനാ കർമ്മങ്ങളും ദിക്ർ ദുആകളൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് എന്തില്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മീയമായൊരു നല്ല അവസ്ഥയിലേക്ക് ഉയരാൻ പറ്റുന്നില്ല. അപ്പൊ ആത്മീയമായി നല്ല രീതിയിൽ ഉയരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നതെന്ന് അറിയോ? അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സൂറത്തുൽ ഹദീദില്, അലം യഅ്നി ലില്ലദീന ആമനു, സത്യവിശ്വാസികളെ നിങ്ങൾക്ക് ഇനിയും സമയമായിട്ടില്ലേ? ചോദ്യമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഖുർആൻ അങ്ങനെയാണ്. ഖുർആൻ അങ്ങനെ ഓതി പോകുമ്പോഴേ നമ്മളോട് പറയാം, അങ്ങനെ പോകല്ലേ, അവിടെ നിൽക്ക്. ചില ചോദ്യങ്ങളുണ്ട്, ആ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ചോദ്യങ്ങളെ പറ്റി ആലോചിച്ചിട്ട് പോയാൽ മതി. അങ്ങനെയാണ്. അങ്ങനെ ഓതി പോകുമ്പോൾ ഈ ആയത്തുണ്ട് വരും, അലം യഅ്നി ലില്ലദീന ആമനു, സത്യവിശ്വാസികളെ നിങ്ങൾക്ക് സമയമായിട്ടില്ലേ? എന്തിനാ? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അള്ളാഹുവിന് നിങ്ങളുടെ ഹൃദയങ്ങളെ കീഴ്പ്പെടുത്താൻ ഇനിയും സമയമായിട്ടില്ലേ എന്നാ നമ്മളോട് ചോദ്യം. നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുകയാണ്. നമ്മൾ കുറെ കാലമായാലും ജീവിക്കാൻ തുടങ്ങിയിട്ട്, ഇപ്പോഴും നിങ്ങളുടെ ഹൃദയത്തെ അള്ളാഹുവിന് അടിയറവ് വെക്കാൻ, നിങ്ങളുടെ ഹൃദയത്തെ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ സമയമായിട്ടില്ലേ? വമാ നസല മിനൽ ഹഖ്, പിന്നെ സത്യസന്ധമായി വളരെ ഹക്കായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി തന്നതുണ്ടല്ലോ, അതിന്റെ മേലും നിങ്ങളുടെ ഹൃദയത്തെ അടിയറവ് വെക്കാൻ നിങ്ങൾക്ക് സമയമായിട്ടില്ലേ എന്നാ ചോദിക്കണേ.
ഈ ചോദ്യം ചോദിച്ചിട്ട് അള്ളാഹു അതേ ആയത്തിൽ പറയണ എന്താ അറിയോ? എന്തിനാണ് ഈ ചോദ്യം ചോദിച്ചതെന്ന് അറിയോ നിങ്ങൾക്ക്? വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ്, വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ പോലെ നിങ്ങൾ ആകാതിരിക്കാനാണ്. വേദഗ്രന്ഥം നൽകപ്പെട്ട ആൾക്കാരെ നമുക്കറിയാലോ, അവരെ പോലെ ഇനി ഉമ്മത്ത് മുഹമ്മദ് ആകാതിരിക്കാനാണ് ഞാൻ ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നത്. അവർക്ക് എന്താ പറ്റിയത്? കാലം ഇങ്ങനെ നീണ്ടുപോയപ്പോ അവര് വിചാരിച്ച ഞങ്ങൾ തന്നെയാണ് ഭയങ്കര നല്ല സമുദായം, എത്ര പ്രവാചകന്മാരാ ഞങ്ങൾക്ക് വന്നത്, ഞങ്ങളോടാണ് അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഞങ്ങളെ സ്വർഗത്തിൽ പോവുള്ളൂ, ഇനി നരകത്തിൽ പോവുകയാണെങ്കിൽ തന്നെ എണ്ണം പറഞ്ഞ കുറച്ച് ദിവസട്ടായിരിക്കും, അല്ലാതെ ഞങ്ങൾക്ക് അങ്ങനെ നരകം കിട്ടാൻ വഴിയില്ല. ഇങ്ങനെ കാലം നീണ്ടുപോയപ്പോ പല ന്യായീകരണങ്ങളിൽ ഞങ്ങളാണ് ഉത്തമർ എന്ന് അവര് വിചാരിച്ചപ്പോൾ ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയം അങ്ങനെ കടുത്തുപോയി എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ ദിക്റില്ലാത്ത ഹൃദയത്തിൽ പിന്നെ വരും എന്താണെന്നറിയോ? കസ്വത്ത് വരും. കസ്വത്ത് എന്ന് പറഞ്ഞാല് പിന്നെ പരുപരുത്തത്, കടുത്തത്, പാറയെ അങ്ങനെ പറയും കസ്വത്ത് എന്ന് പറയും. പാറ എങ്ങനെയാണ്? നമ്മൾ പെട്ടെന്ന് പൊട്ടിച്ചാലൊന്നും പൊട്ടുന്ന സാധനമല്ലല്ലോ അത്. എന്നിട്ട് അള്ളാഹു പറയണു വകസീറും മിൻഹും ഫാസിഖൂൻ, അവരിൽ അധിക പേരും അധർമ്മകാരികളായി പോയി. അപ്പോ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ, അള്ളാഹുവിനെ നമ്മുടെ ഹൃദയത്തെ കീഴടക്കിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ അറിയാതെ നമ്മൾ ചെന്നെത്തുന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത അടിമകളുടെ കൂട്ടത്തിലായി പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും ഈ ഹൃദയത്തെ അള്ളാഹുവിന് സമർപ്പിക്കാൻ സമയമായിട്ടില്ലേ എന്നാ ചോദ്യം. ഈ ചോദ്യം റമദാനിൽ നമ്മുടെ മനസ്സിലുണ്ടാകണം. എൻ്റെ ഹൃദയത്തെ, എൻ്റെ ചിന്തകളെ, എൻ്റെ വിചാരങ്ങളെ, എൻ്റെ കർമ്മങ്ങളെ ഞാനിതാ അള്ളാഹുവിന് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള മാനസിക ശേഷിയാണ് നമ്മൾ കൈവരിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ തുക്സിറുൽ കലാം, നിങ്ങൾ വർത്താനം അങ്ങനെ അധികരിപ്പിക്കണ്ട. ഇപ്പോൾ വർത്താനം കൂടിയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? പിന്നെ റീലുകളുടെ കാലത്താണ്, റിയാലിറ്റി ഒക്കെ പോയി റീലുകളുടെ കാലത്താണ്. അപ്പൊ പല തരത്തിലും ആ ഉമ്മ ആരാണ് വാപ്പ ആരാണെന്നൊക്കെ മറന്ന് റീലിന് വേണ്ടി ഉമ്മയും വാപ്പയും ചിലപ്പോ ഭാര്യയും ഭർത്താവും ആകും അല്ലേ? പിന്നെ ഉമ്മാനെ ചിലപ്പോ മോന്റെ ഭാര്യയാക്കും. ഇങ്ങനെയൊക്കെ അപ്പൊ റീൽ എടുക്കുന്നത്. ഞാൻ അതിലേക്കൊന്നും പോവല്ല. പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ വർത്തമാനം നിങ്ങൾ അധികരിപ്പിക്കരുത്. എങ്ങനെയുള്ള വർത്തമാനം? ബിഗൈരി ദിക്രില്ല, അള്ളാനെ ഓർമ്മിക്കാത്ത വർത്താനങ്ങൾ ഉണ്ടല്ലോ, അത് നിങ്ങൾ അധികരിപ്പിക്കരുത്. ഫഇന്ന കസ്റത്തൽ കലാമി ബിഗൈരി ദിക്രില്ല ഖസ്വത്തുൽ ലിൽ ഖൽബ്. അങ്ങനെ അള്ളാനെ ഓർമ്മിക്കാത്ത സംസാരങ്ങൾ അധികമാകുമ്പോ നിങ്ങളെ ഹൃദയത്തിൽ ദിക്റുള്ള പോയിട്ട് എന്ത് വരും? ഹൃദയത്തിന് കാഠിന്യമുണ്ടാകും. അപ്പോ ഹൃദയത്തിന് ആർദ്രത ഉണ്ടാവുക എന്നതാണ് ഏറ്റവും. ഹൃദയത്തിന് ആർദ്രത ഉണ്ടാകുമ്പോഴേ അവിടെ ഈമാൻ ഉണ്ടാവുള്ളൂ. ഈമാന് ആർദ്രത ഇല്ലെങ്കിൽ പിന്നെ അവിടെ എന്തില്ല? ഈമാൻ ഉണ്ടാവുകയില്ല. അപ്പൊ ഈമാൻ കടന്നു വരണമെങ്കിൽ ഹൃദയം ആർദ്രമാകണം. ഹൃദയം ആർദ്രമാകണമെങ്കിൽ അവിടെ നമുക്ക് ദിക്റുള്ളയെ നിറക്കാൻ നമുക്ക് കഴിയണം. അത് ഈ റമളാനിൽ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ദിക്റുള്ളയുമായി അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളെ സംബന്ധിച്ചുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്നോടെന്ന പോലെ എനിക്ക് നിങ്ങളോടും ഉണർത്താനുള്ളത്. മറ്റൊന്ന് പള്ളിയുമായുള്ള ബന്ധമാണ്. നമ്മൾ പള്ളി എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ മനസ്സിലുണ്ടാകും അത് പുരുഷന്മാർക്ക് പോകാനുള്ളതാണ് പള്ളി. അവർ 5 വക്ത് നിസ്കരിക്കേണ്ടത് പള്ളിയിൽ നിന്നാണ്, അത് നിർബന്ധമാണ്, അത് തന്നെയാണ് ശരി. പക്ഷെ സ്ത്രീകൾക്ക് പള്ളിയായിട്ട് ഒരു ബന്ധം ഉണ്ടാവാൻ പാടില്ല എന്നത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കരുത് എന്നാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ അധികമാരും കേട്ടിട്ടില്ലാത്ത ഒരു ഉമ്മു മിഹ്ജന്റെ കഥയുണ്ട്. ഉമ്മു മിഹ്ജൻ ഒരു സാധാരണ സ്ത്രീയാണ്. അവര് പ്രവാചകന്റെ ഹദീസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രവാചകന്റെ കാലഘട്ടത്തിൽ നടന്ന യുദ്ധങ്ങളിൽ പങ്കെടുത്ത് വീരശൂര പരാക്രമിയായ ചരിത്രവും അവർക്ക് പറയാനില്ല. അവരൊരു സാധാരണ സ്ത്രീയാണ്. അവരുടെ ഒരു മനസ്സിലുള്ള ഒരു വികാരം എന്താന്ന് ചോദിച്ചാൽ പ്രവാചകന്റെ മദീന പള്ളിയെ ചുറ്റിപ്പറ്റിയിട്ടാണ് അവർ ജീവിക്കുക. പള്ളി വൃത്തിയാക്കുക, പള്ളി പരിസരങ്ങൾ വൃത്തിയാക്കുക. അത് ജോലിയും ശമ്പളത്തിനൊന്നും അല്ല, അത് അവരുടെ ഒരു വികാരമാണ്. ആ പള്ളിയെ കൊണ്ട് നടക്കുക എന്ന് പറയുന്നത്. അങ്ങനെ അപ്പോ പള്ളി പരിസരങ്ങളിൽ അങ്ങനെ ഒരു പെണ്ണ് കറങ്ങി തിരിയാൻ പാടില്ലെങ്കിൽ റസൂല് പറയണ്ടേ?
പെണ്ണുങ്ങൾ അങ്ങനെ പള്ളി വൃത്തിയാക്കാനും പള്ളി പരിസരം വൃത്തിയാക്കാനും ഒന്നും വരണ്ടാന്ന് പ്രവാചകൻ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ ഒരു ദിവസം ഈ സ്ത്രീനെ കാണാനില്ല, 2 ദിവസവും കാണാനില്ല. അപ്പൊ പ്രവാചകൻ ചോദിച്ചു, ഉമ്മു മിഹ്ജൻ എവിടെ പോയി? അപ്പോ സ്വഹാബിമാര് പറഞ്ഞു, പ്രവാചകരെ അവര് മരിച്ചുപോയി എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ലൗ കുൻതും ആദൻതുമൂനി, നിങ്ങൾക്ക് എന്നോടൊരു വാക്ക് പറയായിരുന്നില്ല അവര് മരിച്ചു പോയത്? അപ്പൊ പറഞ്ഞു, പ്രവാചകരെ അവര് രാത്രിയിലാണ് മരിച്ചത്. അപ്പൊ ഞങ്ങൾ താങ്കളുടെ ഉറക്കം നഷ്ടപ്പെടുത്തണ്ടേ, ഉറക്കത്തിൽ നിന്ന് വിളിച്ചു ഉണർത്തി പറയണ്ടേ, അപ്പൊ താങ്കളുടെ ഉറക്കം നഷ്ടപ്പെടുമല്ലോ എന്ന് ആലോചിച്ചപ്പോ ഞങ്ങൾ പറയാതിരുന്നതാണ്. അപ്പൊ പറഞ്ഞു, എങ്കിൽ എന്നെ അവരുടെ കബറിടം ഒന്ന് കാണാൻ വേണ്ടി കൊണ്ടുപോകണം. അങ്ങനെ ആ സ്ത്രീയുടെ കബറിടത്തിന്, ആരാണ് ആ സ്ത്രീകൾ ആലോചിച്ച് നോക്കിയാ? ഞാൻ നേരത്തെ പറയില്ലേ, പ്രവാചകന്റെ ഹദീസ് റിപ്പോർട്ട് ചെയ്യാത്ത, ചരിത്രത്തിൽ അത്രയേറെ പ്രബലയായി അറിയപ്പെടാത്ത, യുദ്ധങ്ങളിൽ പങ്കെടുക്കാത്ത ഒരു സാധാരണ സ്ത്രീ. പ്രവാചകൻ അവരുടെ ഖബർ അരികിലേക്ക് പോയി. അവിടെ വെച്ച് പ്രവാചകൻ ആ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അവരുടെ ഖബറിൽ വെളിച്ചം നിറച്ചു കൊടുക്കാൻ. അങ്ങനെ നമ്മളെ ഖബറിനെ കുറിച്ച് എന്താ പറയാ? ഇരുട്ട് മാത്രം നിറഞ്ഞ ഏകാന്തതയുടെ ആ ഖബറിൽ ഒരു സാധാരണ സ്ത്രീയുടെ ഖബറിൽ വെളിച്ചം നിറയുന്നു. ആരാ പ്രാർത്ഥിച്ചത്? ഈ റഹ്മത്തുല്ലിൽ ആലമീനായ പ്രവാചകന്റെ പ്രാർത്ഥന. എന്താണ് അവർ ചെയ്ത കർമ്മം? പള്ളിയുമായുള്ള അവരുടെ ആത്മബന്ധമായിരുന്നു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുന്നത്, പള്ളി അള്ളാഹുവിൻ്റെ ഭവനമാണ്. അത് ആണിനായാലും ശരി, പെണ്ണിനായാലും ശരി. എന്നാ പിന്നെ പെണ്ണ് എല്ലാ വക്തിലും പള്ളിയിൽ പോയിട്ട് തന്നെ നിസ്കരിക്കണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പെണ്ണ് അങ്ങനെ എല്ലാ വക്തും പള്ളിയിൽ പോയി തന്നെ നിസ്കരിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല, അങ്ങനെ ഖുർആൻ പറഞ്ഞിട്ടില്ല. പക്ഷെ പള്ളിയും സ്ത്രീകളും തമ്മിൽ ബന്ധമുള്ളതിന്റെ ചരിത്രം ഖുർആൻ പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു തആല മറിയം ബീവിയെ കുറിച്ച് ഖുർആനിൽ പറയുന്നുണ്ടല്ലോ. മറിയം ബീവിയെ മസ്ജിദുൽ അഖ്സയിലേക്ക് നേർച്ച ചെയ്യപ്പെട്ട സ്ത്രീയാണ്. അവര് ഗർഭപാത്രത്തിലാവുമ്പോൾ തന്നെ ഉമ്മ എന്ത് ചെയ്തു? പള്ളിയിലേക്ക് നേർച്ച ചെയ്തു. ആണാണെന്ന് വിചാരിച്ചിട്ടാ ചെയ്തത്, പക്ഷെ പ്രസവിച്ച് നോക്കിയപ്പോൾ പെണ്ണാണ്. അതൊക്കെ ഖുർആൻ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. പിന്നെ പെണ്ണ് ആണിനെ പോലെ അല്ലല്ലോ പെണ്ണ്, ഞാൻ അതാന്ന് വിചാരിച്ചിട്ട് നേർച്ച ചെയ്തതാണ്. ഏതായാലും നേർച്ച ചെയ്ത കുട്ടിയാണ്. മസ്ജിദുൽ അഖ്സയിലാണ് മറിയം ബീവി താമസിക്കുന്നത്. മറിയം ബീവിയുടെ അടുത്ത് മലക്കുകൾ വരുന്നുണ്ട്. മലക്കുകൾ പറയുന്നു, ഇദ്ഖാലത്തിൽ മലായികത്തു യാ മറിയം, മറിയം ബീവിയെ വിളിച്ചുകൊണ്ട് മലക്കുകൾ പറഞ്ഞ സന്ദർഭം, ഇന്നല്ലാഹ അസ്തഫാകി വതഹറകി, അല്ലാഹു സുബ്ഹാനഹു തആല, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. വലിയൊരു ദൗത്യം ഏൽപ്പിക്കാൻ പോവുകയാണ്. എന്താണെന്ന് മറിയം ബീവിക്ക് മനസ്സിലായിട്ടില്ല. ആദ്യം മലക്കുകൾ വന്നിട്ട് ഇത് പറയാണ്, നിങ്ങളെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങളെ പരിശുദ്ധയാക്കിയിരിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു തആല. ഈ അള്ളാഹ് ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പലതും പറയും മറിയം ബീവിനെ, അല്ലെ? പലതും പറയാൻ സാധ്യത ഉണ്ട്. മറിയം ബീവി അത് കേൾക്കും. അപ്പൊ അള്ളാഹു ആദ്യമേ പറയാണ്, നീ പരിശുദ്ധയാണ് എന്ന് അള്ളാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾ പരിശുദ്ധയാണ്. ഈ ലോകത്തുള്ള എത്ര പെണ്ണുങ്ങൾ ഈ ലോകത്ത് വന്നാലും അവരുടെയൊക്കെ നേതാവായിട്ട് നിങ്ങളെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതാണ് മറിയം ബീവിയോട് മലക്കുകൾ പറയുന്നത്. പിന്നെ അടുത്ത വാക്ക് എന്താണ്? യാ മറിയമു ഖുനുതി ലിറബ്ബിക്, മറിയം ബീവിയോട് പറയാണ്, നിങ്ങൾ റബ്ബിനെ അനുസരിക്കണം. ആദ്യ എല്ലാ അടിമകൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അത് തന്നെയാണ്. നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുക. പിന്നെ മറിയം ബീവിയോട് പറയുന്നു, വസ്ജുദി, നിങ്ങൾ സുജൂദ് ചെയ്യണം, അള്ളാഹുവിന് സാഷ്ടാംഗം പ്രണമിക്കണം. വർക്കഈ മഅർ റാക്കിഈൻ, റുകൂഅ ചെയ്യുന്നവരുടെ കൂടെ നീയും റുകൂഅ ചെയ്യണം. അപ്പൊ റുകൂഅ ചെയ്യുന്നവർ എന്ന് പറയുമ്പോൾ എവിടെ ആയിരിക്കും? അത് പള്ളിയിലാണ്, അല്ലെ? കാരണം മറിയം ബീവി ഇരിക്കുന്നത് പള്ളിയിലാണ്. എന്നിട്ട് ഇതിനെ ഇമാം ബൈലാവി അതിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇവിടെ കൽപ്പിക്കപ്പെടുന്നത്, മറിയം ബീവിയോട് കൽപ്പിക്കുന്നത് ബിൽ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കണം എന്നാണ്. കാരണം മറിയം ബീവി നിൽക്കുന്ന പള്ളിയിലാണ്. അപ്പൊ അവിടെ ജമാഅത്ത് നമസ്കാരം നടക്കുമ്പോൾ മറിയം ബീവി ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല, അതിൽ പങ്കെടുക്കണം എന്നാണ് ആ പറയുന്നത് എന്ന് ഇമാം ബൈലാവി. ഇമാം ഹാസിം റഹിമഹുല്ലാ പറയുന്നുണ്ട്, അല്ലാഹു വലം യകുൻ മഅർ റാക്കിയാത്ത് എന്നല്ല പറഞ്ഞത്. അതായത് റുക്കൂഅ് ചെയ്യുന്ന പെണ്ണുങ്ങളുടെ കൂടെ റുക്കൂഅ് ചെയ്തോ എന്നല്ല. മഅർ റാക്കിഈൻ, റാക്കിഈൻ എന്ന് പറഞ്ഞാൽ അതിൽ ആണും പെണ്ണും ഒക്കെ പെടും. അപ്പോ
ജമാഅത്ത് നമസ്കാരം ഒരു പള്ളിയിൽ നടക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീ എത്തപ്പെട്ടാൽ അവൾക്ക് ആ പൊതുവായി നടക്കുന്ന ജമാഅത്ത് നമസ്കാരത്തിൽ തന്നെയാണ് അവൾ പങ്കെടുക്കേണ്ടത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയും വഖർന ഫീ ബുയൂത്തികുൻ, അല്ലെ, നിങ്ങൾക്ക് വീട്ടിലാണ് നിങ്ങൾ ഇരിക്കേണ്ടത്, വീടാണ് ഉത്തമം എന്നൊക്കെ പറയുന്ന ഹദീസ് നമുക്ക് കാണാൻ പറ്റും. ഖുർആനും അത് പറയുന്നുണ്ട്. നിങ്ങൾ ജാഹിലിയ കാലഘട്ടത്തെ പോലെ ഇങ്ങനെ നടക്കരുത്, നിങ്ങൾക്ക് വീടാണ് ഉത്തമം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സ്ത്രീ പുറത്തൊന്നും ഇറങ്ങാത്ത ഒരു സ്ത്രീ, അവർ പുറത്ത് ഇറങ്ങാറില്ല, പിന്നെ കടയിൽ പോവാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിനോ ഒന്നും പുറത്തിറങ്ങാത്തൊരു സ്ത്രീയാണെങ്കിൽ നമസ്കരിക്കാൻ വേണ്ടി മാത്രമായിട്ട് അവരെന്ത് ചെയ്യേണ്ടതില്ല, പുറത്തേക്ക് ഇറങ്ങേണ്ടതില്ല. അവർ ആ വീട്ടിലിരിക്കുന്ന ഒരു സ്ത്രീയാണ്, അവരവിടെ ഇരുന്നോട്ടെ, അവർക്ക് ഉത്തമം അത് തന്നെയാണ്. ഇത് എല്ലാത്തിനും നമ്മൾ എവിടെയാണ്? പെണ്ണുങ്ങളൊക്കെ ഒന്ന് പുറത്താണ് എല്ലാ കാര്യങ്ങൾക്കും. എവിടെയും നമുക്ക് ഒരു വിലക്കും ഇല്ല. ഇപ്പൊ പണ്ടൊക്കെ പെണ്ണുങ്ങൾക്കൊരു ക്യൂ ആണുങ്ങൾക്കൊരു ക്യൂ ഉണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമ്മൾ ടിക്കറ്റ് എടുക്കാനൊക്കെ പോയാൽ നമുക്കതൊരു സൗകര്യമാണ്, ആണുങ്ങളെ പിന്നിലും മുന്നിലോ ഒന്നായിട്ട് നിൽക്കണ്ടല്ലോ. പക്ഷെ ഇപ്പോൾ ക്യൂ ഒക്കെ എല്ലാവർക്കും ഒന്നാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഒന്നായി, പള്ളി മാത്രമേ നമുക്ക് എന്താണ് ഒരു വേറിട്ട സംഗതി ആവാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അൽ മസാജിദു ഖൽബുൽ മുജ്തമഉൽ ഇസ്ലാമി, ഇസ്ലാമിക സമൂഹത്തിന്റെ ഹൃദയമാണ് പള്ളി. നമ്മൾ ആലോചിച്ചൊക്കെ, ഇസ്ലാമിക സമൂഹത്തിന്റെ ഹൃദയമാണ് പള്ളി. ഹൃദയത്തിനല്ലേ എല്ലായിടത്തേക്കും രക്തം പമ്പ് ചെയ്യുക, അല്ലേ? ഹൃദയത്തിന് എന്തെങ്കിലും സംഭവിച്ച് ബാക്കി അവയവങ്ങൾക്കൊന്നും കുഴപ്പമില്ല, എന്താ കാര്യം? ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെ ശക്തി കേന്ദ്രമാണ്, നമ്മളെ ഐക്യപ്പെടുത്തുന്നതാണ്, നമ്മൾ ഒരൊറ്റ സമുദായമാണ് എന്ന ബോധം നമുക്ക് തരുന്ന പള്ളിയുമായി നമ്മൾ ഒരുമിക്കുമ്പോഴാണ് നമുക്ക് പുതിയ തലമുറയെ കൂടി അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സ്ത്രീകൾ അകറ്റി നിർത്തുമ്പോൾ സ്വാഭാവികമായും ചെറിയ പ്രായം മുതലേ കുട്ടികൾക്ക് പള്ളിയുമായുള്ള ബന്ധം എന്താകും? നിഷേധിക്കപ്പെടും. സത്യല്ലേ? നമ്മൾ കൂടി ഉണ്ടാവുമ്പോഴാണ് അതിനെ ചേർത്ത് പിടിക്കാൻ പറ്റുക. അപ്പൊ അതുകൊണ്ട് തന്നെ പള്ളിയെ ആ അർത്ഥത്തിൽ നമുക്ക് അള്ളാഹുവിന്റെ ഭവനമായിട്ട് കാണാൻ നമുക്ക് കഴിയണം. നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു ഫാമിലിയെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. സ്വർഗത്തിൽ പോണ ഫാമിലി നല്ല മനോഹരമാണ്. ആ ഫാമിലിയെ കുറിച്ച് അള്ളാഹു പറയുന്നത് വജന്നാത്തു അദിൻ, സ്വർഗീയ പൂന്തോപ്പ്, അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം. യദ്ഖുലൂനഹ, ആ സ്വർഗത്തിൽ പ്രവേശിക്കും. ആരാ പ്രവേശിക്കുക? വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം, സ്വാലിഹായ മാതാപിതാക്കൾ, സ്വാലിഹായ ഇണകൾ, സ്വാലിഹായ സന്താനങ്ങൾ, ഇവരാ പ്രവേശിക്കുക. അപ്പോൾ ഒരു വിത്ത് ഫാമിലി ടൂർ പോണങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മൾ ഭാര്യ ഭർത്താവ് മക്കള് എന്നും ഭാര്യയും ഭർത്താവും മക്കളും നമ്മളൊക്കെ ഒരുമിച്ച് തന്നെയാണ്. പക്ഷെ ടൂർ പോകുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് പുറത്തു പോകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്, അല്ലേ? അതേപോലെ ഇവിടെ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് കടക്കുകയാണ്, എല്ലാവരും കൂടി കടക്കുകയാണ്. അപ്പൊ അള്ളാഹു ആ ഫാമിലിയെ സ്വീകരിക്കാൻ മലക്കുകളെയും അയക്കും. വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം, മലക്കുകളും അവരോടൊപ്പം പ്രവേശിക്കും. എങ്ങനെ? സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് മലക്കുകൾ സ്വീകരിക്കുകയാണ് ഈ ഫാമിലിയെ. എന്നിട്ട് എന്തിനാ സമാധാനം എന്ന് പറഞ്ഞതെന്നറിയോ? ബിമാ സ്വബർത്തും, നിങ്ങൾ ക്ഷമിച്ചത് കൊണ്ട്. എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ഫാമിലിയെ ഇസ്ലാമികവൽക്കരിക്കാൻ ഉമ്മയും വാപ്പയും നല്ല കഷ്ടപ്പെടേണ്ടി വരും, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ. അങ്ങനെ തന്നെ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പൊ പറയണേ, നിങ്ങൾ ഒരുപാട് ത്യാഗം സഹിച്ച്, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച്, പലതും നിങ്ങൾ സഹിച്ചും ക്ഷമിച്ചും മറന്നും വേദനിച്ചും പ്രാർത്ഥിച്ചും ആശങ്കപ്പെട്ടും ദുഃഖിച്ചും നിങ്ങൾ ചേർത്ത് വെച്ച കുടുംബത്തിനെ നിങ്ങൾ ഇങ്ങനെ കണ്ട് എത്തിച്ചില്ലേ? സലാമുൻ അലൈക്കും. ആയത്ത് അവസാനിക്കാണ് എത്ര അനുഗ്രഹപൂർണമായ, എത്ര നല്ല ഒരു ഭവനമാണത്. ആ ഭവനത്തിലേക്ക് ഇങ്ങനെ കടക്കണ്ടേ നമുക്ക്? നമ്മൾ ഉണ്ടായിട്ട് നമ്മളെ മക്കള് നരകത്തിൽ പോകാൻ പറ്റുമോ? നമ്മൾ നരകത്തിലായിട്ട് നമ്മളെ മക്കള് സ്വർഗത്തിലാകാൻ പറ്റുമോ? നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകണം. ഈ ഒരു സുന്ദരമായ സ്വപ്നം ഭൂമിയിലും നമുക്ക് നടക്കണം. അതിനുള്ള ഇടമാണ് പള്ളി. പള്ളിയിൽ കുടുംബത്തോടൊപ്പം പോകാൻ നമ്മൾ പരിശീലനം നേടണം. കുടുംബത്തോടൊപ്പം പോവുക.
ആ പോകുമ്പോ സ്വർഗത്തിലേക്ക് കടക്കുന്ന ഈ ഫാമിലിയെ കുറിച്ച് അള്ളാഹു പറഞ്ഞ മനോഹരമായ ആയത്തുകൾ നമ്മുടെ ഉള്ളിലുണ്ടാകണം. അങ്ങനെ ഭൂമിയിൽ ഒരു സ്വർഗവും നാളെ അള്ളാഹുവിന്റെ അരികിൽ മറ്റൊരു സ്വർഗവും നേടുന്ന നല്ല കുടുംബ ഘടനകളെ ഉണ്ടാക്കിയെടുക്കാൻ ഈ റമളാന് നമ്മൾ ഒരുക്കണം. വീട്ടിനകത്തൊരു ഗൃഹയോഗം നടക്കട്ടെ, വീട്ടിലുള്ളവര് മാത്രം. കഴിഞ്ഞ റമളാന് പോലെ ആകാൻ പറ്റൂല. കഴിഞ്ഞ റമളാനിന് എൻ്റെ മോള് ഖത്തം തീർത്തിട്ടില്ല, കഴിഞ്ഞ റമളാനിന് എൻ്റെ മോന് മുസാഫ് എന്നെ തൊട്ട് നോക്കിയിട്ടില്ല, മോനെ ഈ പ്രാവശ്യം അങ്ങനെ ആവാൻ പറ്റൂല, മോളെ ഈ പ്രാവശ്യം ഖത്തം തീർക്കണം. ഞാനാണെങ്കിലോ ഒരു ഖത്തം മാത്രം തീർത്തിട്ടുള്ളൂ, അത് പോരാ, 1.5 ഖത്തമെങ്കിലും എത്തണം. ഇങ്ങനെ നമ്മുടെ വീട്ടിനകത്ത് ഇസ്ലാമും ആരാധനാ കർമ്മങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിച്ച് ഒരു വീടിന്റെ അകത്തളങ്ങളിൽ സ്വാലിഹായ ഒരു കുടുംബത്തെ സൃഷ്ടിക്കാൻ ഭാര്യ ഭർത്താക്കന്മാർ, മാതാപിതാക്കൾ കൃത്യമായി ശ്രദ്ധിക്കണം. റമളാൻ ഇവിടെ വെളിപ്പാടകലെത്തി നിൽക്കുകയാണ്. കുറെ ഭക്ഷണം ഉണ്ടാക്കണ പ്രകൃതം ഉണ്ടാവും നമുക്ക്. എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും, എൻ്റെ വീട്ടിൽ ഏറ്റവും കുറഞ്ഞ സമയം അടുക്കളയിൽ ഞാൻ നിൽക്കുക റമളാനിലാണ്. അത് നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നാലും നിങ്ങൾക്ക് കാണാം. എന്ന് വിചാരിച്ച് ഞങ്ങൾ പട്ടിണി എടുക്കാന്നൊന്നല്ല ഞാനാ പറഞ്ഞതിൻ്റെ അർത്ഥം. ഭക്ഷണമൊക്കെ ഉണ്ടാക്കും, പക്ഷെ എന്തുണ്ടാക്കണം, എത്ര കുറയ്ക്കാൻ പറ്റും എന്നത് എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഞങ്ങൾ ഒരുമിച്ച് തീരുമാനം എടുത്തതാണ്. ആ തീരുമാനപ്രകാരം ആയതുകൊണ്ട് തന്നെ എനിക്കെന്താണ്, അടുക്കളയിൽ വളരെ കുറഞ്ഞ സമയം നിന്നാൽ മതിയോ. ഇത് നമ്മൾ ഇങ്ങനെ ആവേണ്ടവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നില്ലേ, അവസാനത്തെ 10 എത്തുമ്പോൾ പ്രവാചകൻ ഒന്നുകൂടി മുണ്ടൊക്കെ മുറുക്കി കൊടുത്ത് ഭാര്യമാരെ വിളിച്ചുണർത്തും എന്നാണ്. അപ്പൊ നമ്മൾ മാത്രല്ല, നമ്മുടെ വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്നവരൊക്കെ വിളിച്ചുണർത്തി ഈ ഒരു ഇസ്ലാമിക അന്തരീക്ഷത്തിലേക്ക്, ആരാധനാ കർമ്മങ്ങളിലേക്ക്, സ്വർഗത്തിലേക്ക് നയിക്കുന്ന പണിയാ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ പറയാം, അല്ലാ കുട്ടികൾക്ക് ഉപദേശം ഇഷ്ടമില്ല, എല്ലാരും പറയും അല്ലെ, കുട്ടികൾക്ക് ഉപദേശം ഇഷ്ടമില്ല. ഉപദേശിക്കണ്ട. അള്ളാന്റെ റസൂലിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്ന എന്താണ്? ഒന്ന് ബഷീർ അല്ലെ, അള്ളാഹുവിന്റെ റസൂല് സന്തോഷ വാർത്ത അറിയിക്കുന്നവനാണ്. പിന്നെന്താ? നദീർ, മുന്നറിയിപ്പ് നൽകുന്നവനാണ്. മക്കളോട് പറയണം, മക്കളെ നിങ്ങളെ നമസ്കാരത്തിലേക്ക് വിളിക്കുമ്പോ ഞങ്ങൾ നിങ്ങളുടെ ബഷീറാണ്, നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത തരികയാണ്, നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. നിങ്ങളുടെ ഭാവിയിൽ വരാനിരിക്കുന്ന പരാജയത്തിന്റെ, നഷ്ടത്തിന്റെ കണക്കുകൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ മുന്നറിയിപ്പുകാരാ ഞങ്ങള്. പ്രവാചകന്മാരെ പറ്റി പറയണ പിന്നെ നാസ്യഹ് എന്നാണ്. നാസ്യഹ് എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയുള്ളവനാണ്. നമ്മൾ ഉപദേശിക്കുന്നവെന്ന് പറയണ്ട. ഒരാളോട് ഗുണകാംക്ഷ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ അവരോടൊരു കാര്യം പറയല്ലേ. നമ്മൾ നാട്ടുകാരോടൊക്കെ നടന്നിട്ട് ഇങ്ങനെ ഓരോ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമോ? അങ്ങനെ ഉണ്ടാവില്ലല്ലോ. നമുക്കറിയുന്നവരോട്, നമ്മളെ സ്നേഹിക്കുന്നവരോടാ പറയാം. എന്താ കാരണം? അവരോടുള്ള നമ്മുടെ ഗുണകാംക്ഷയാണ്. അപ്പൊ ഈ 3 പോയിന്റിൽ നിന്ന് നമ്മുടെ കുട്ടികളോട് വർത്താനം പറയണം. ഞാൻ നിന്നോട് ഒരു സംഗതി പറയുന്നുണ്ടെങ്കിൽ അത് നിന്റെ ജീവിതത്തിലേക്ക് ഒരു സന്തോഷ വാർത്തയാണ്. ഇത് നിന്റെ ജീവിതത്തിലേക്കുള്ള ഒരു താക്കീതാണ്. ഇത് ഞാൻ എൻ്റെ മകൻ, എൻ്റെ മകൾ എന്ന നിലക്ക് ഗുണകാംക്ഷയോടുകൂടി ഞാൻ നിന്നോട് പറയുന്ന വർത്തമാനങ്ങളാണ്. ഇങ്ങനെ ഖുർആൻ വെച്ചുകൊണ്ട് നമ്മുടെ മക്കളോട് അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുന്ന വീടകങ്ങളാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. റമളാൻ എന്ന് പറഞ്ഞ നോമ്പ് മാത്രമല്ല, ആണോ? അല്ല. അതിൽ നമുക്ക് നേരത്തെ ഇവിടെ ഓതി വെച്ചതുപോലെ ഷഹറു റമളാൻ അല്ലദി, ഖുർആൻ ഇറക്കപ്പെട്ടത് കൊണ്ടാണ് റമളാൻ മാസം എന്താവുന്നത്? അനുഗ്രഹീത മാസമായത്. അതിന് ഖുർആനാണ് അതിൻ്റെ ഏറ്റവും കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്. ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ, ഒരു കാര്യം പറയുമ്പോൾ നമ്മളെ മാതിരി ആവശ്യമില്ലാത്ത വർത്താനൊന്നും അള്ളാഹ് പറയില്ലല്ലോ. പറയോ? ഇല്ല. ഓരോ വേർഡും ഓരോ പദവും അതിന് കൃത്യമായിട്ടുള്ള വർത്താനം മാത്രമേ അള്ളാഹ് പറയുള്ളൂ. അപ്പൊ അള്ളാഹു ഞാൻ അറബി ഭാഷ വെച്ചുകൊണ്ട് പറയാണ്. അപ്പോൾ ഈ മഴ പെയ്തു എന്ന് പറയാൻ അറബി ഭാഷയിൽ അൻസലൽ മത്വറു എന്നാണ് ഉപയോഗിക്കുക. അൻസലൽ മത്വറു എന്ന് പറഞ്ഞാൽ മഴ പെയ്തു. അൻസല എന്ന് പറയുന്നത് അവിടെ പെയ്തു എന്ന് പറയാനാണ് ഉപയോഗിച്ചത്. ഈ മഴ പെയ്യുമ്പോൾ മഴയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഖുർആൻ ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു അനുഗ്രഹമാണല്ലോ മഴ. ഇപ്പൊ വേനൽക്കാലാണ്, ഇപ്പൊ എല്ലാ സ്ഥലത്തും ഇങ്ങനെ വെള്ളമില്ലാതെ പുല്ലൊക്കെ കരിഞ്ഞ് അല്ലെ, വിണ്ട് കീറി ഒരു മരുഭൂമി കണക്കെ ആയിട്ടായിരിക്കും ഭൂമി ഉണ്ടാവുക. വരണ്ട നിലങ്ങളായിരിക്കും. അങ്ങനെ അതിലേക്ക് മഴ പെയ്താൽ എന്താ സംഭവിക്കുക? ഭൂമിക്കൊരു ജീവൻ വെച്ച പോലെയാണ് അല്ലെ.
അപ്പൊ പച്ചപ്പായി പലതരത്തിലുള്ള പുല്ലുകൾ, ആ പുല്ലിൽ പല പൂക്കള്, പലതരത്തിലുള്ള ഇലകൾ കാണുമ്പോൾ നമുക്കൊരു കുളിർമയും ആനന്ദമൊക്കെ ഉണ്ടാവും. അപ്പൊ മഴ പെയ്ത ഭൂമിയും മഴ പെയ്യാത്ത ഭൂമിയും തമ്മിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അള്ളാഹു ഈ അൻസല എന്ന് പറയുന്ന പദം എടുത്തിട്ട് എവിടെ പറഞ്ഞു? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിലാണ് നാം ഈ ഖുർആനിനെ ഇറക്കിയത്. അൻസല ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആനിനെ ഇറക്കപ്പെട്ടതാണ് എവിടെ? എപ്പോ? റമളാൻ മാസത്തിൽ. കണ്ടോ അൻസല. അപ്പോ എന്തിനായിരിക്കും അള്ളാഹു ഈ അൻസല എന്ന് പറയുന്ന പദം ഖുർആൻ ഇറക്കാൻ വേണ്ടി ഉപയോഗിച്ചത് എന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഖുർആൻ മഴയായി പെയ്തിറങ്ങണം. എവിടെ? നമ്മുടെ ഹൃദയത്തിൽ. അപ്പൊ അവിടെ പലതും ഉണ്ടാവും. ആ തരിശായി കിടന്നിരുന്ന ഭൂമിയിലേക്ക് മഴ പെയ്തപ്പോൾ ഭൂമിക്ക് ജീവൻ വെച്ചതുപോലെ ഈമാനില്ലാത്ത കസുവത്തുള്ള ഹൃദയത്തിലേക്ക്, അള്ളാഹിനെ പറ്റി ഓർമ്മയില്ലാത്ത ഹൃദയത്തിലേക്ക്, അള്ളാഹിനനുസരിച്ച് ജീവിക്കണമെന്ന് ചിന്തയില്ലാത്ത ഹൃദയത്തിലേക്ക് ഖുർആൻ മഴയായി പെയ്തിറങ്ങിയാൽ അവിടെ പല മാറ്റങ്ങളും സംഭവിക്കും. അതാണ് അൻസല എന്ന പദം ഖുർആനിനോട് ചേർത്ത് വെക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകനെ പ്രവാചകനായി തീരുമാനിക്കുകയാണ് അല്ലെ. 40-ാമത്തെ വയസ്സിലാണ് പ്രവാചകനാക്കുന്നത്. അപ്പൊ അവിടുത്തെ ഒരു അവസ്ഥ എന്താ? ആകെ എല്ലാവരും കള്ളുടിയന്മാരാ. അങ്ങനെ തന്നെയല്ലേ നമ്മളെ ഭാഷയിൽ പറഞ്ഞാല്. പിന്നെന്താ? ഒരു വീട്ടിലൊരു പെണ്ണൊക്കെ ഉണ്ട്, പക്ഷെ ഇഷ്ടംപോലെ പെണ്ണുങ്ങളടുത്ത് പോവലാണ് അവരുടെ പണി. എന്തെങ്കിലും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അസ്വാരസ്യം ഉണ്ടായാൽ പിന്നെ യുദ്ധമാണ്. അങ്ങനെ പകയും വിദ്വേഷവും കള്ളുകുടിയും പിന്നെ അതുപോലെ തന്നെ ലൈംഗികതയും എല്ലാം കൂടി ഇഴുകിച്ചേർന്ന ഒരു സമുദായത്തിലേക്ക് ഒരു പ്രവാചകനെ അയക്കുമ്പോ അള്ളാഹു ഇതെന്തെങ്കിലും പറഞ്ഞോ? ആദ്യം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും മിണ്ടിയോ? ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ആ പ്രവാചകൻ അറിയുന്ന കാര്യങ്ങൾ അതൊക്കെ അല്ലേ. ഈ അന്നെ ഞാൻ പ്രവാചകനാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ പറയാണ് കേട്ടോ, ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അന്നെ പ്രവാചകനാക്കുകയാണ്. ഇവിടെ കള്ളുടിക്കുന്ന ആൾക്കാരുണ്ട്, കള്ളുടി നിർത്തണം, ഇവരെ പെണ്ണ് പിടിക്കുന്ന ശീലം നിർത്തണം, ഇതിനൊക്കെയാണ് എന്നെ ആക്കി. ഇതെന്തേലും പറഞ്ഞോ? ഇല്ല. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പറയണെന്താ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ നീ വായിച്ചോ. ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. നമ്മളെ നാട്ടില് ഇവിടെ ജെൻഡർ ന്യൂട്രാലിറ്റി ഉണ്ട്, ഉദാര ലൈംഗികത ഉണ്ട്, നാസ്തികത ഉണ്ട്, ആണും പെണ്ണും ഒന്നാണെന്ന് പറയും. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളിലേക്കൊന്നും നമ്മൾ പോണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച നമ്മുടെ റബ്ബിന്റെ നാമത്തിൽ നമ്മൾ വായിക്കണം. ഈ സൂറത്തുൽ ആലിക്കിന്റെ അവസാനം പിന്നെ പറയണ എന്താ? വസ്ജുദ് വഖ്തരിബ് അല്ലെ, അങ്ങനല്ലേ അവസാനിക്കുന്നത്? സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ വായിച്ചു തുടങ്ങിയാൽ നീ വസ്ജുദിലെത്തും. അള്ളാഹുവിന്റെ മുമ്പിൽ നീ സാഷ്ടാംഗം പ്രണമിക്കും. അവന്റെ സാമീപ്യത്തിലേക്ക് നീ എത്തും. വായന എങ്ങനെ ആവണം? നാഥന്റെ നാമത്തിലാവണം. ഇവിടെ കാറൽ മാർക്സും വായിച്ചിട്ടുണ്ടായിരുന്നു, നല്ല വായനക്കാരനായിരുന്നു. പക്ഷെ വസ്തുത വക്തരിബിൽക്ക് എത്തിയിട്ടില്ല. എന്താ കാരണം? വായിച്ചത് നാഥന്റെ നാമത്തിലായിരുന്നില്ല. അപ്പൊ ഇവിടെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള അടിയന്തിരമായ പരിഹാരം എന്ത് എന്ന് ചോദിച്ചാൽ എന്താണത്? അതിന്റെ ഖുർആനിന്റെ വായനയാണ്. അപ്പോ റമദാൻ മാസം ഖുർആൻ പഠിക്കാനുള്ള മാസമായിട്ട് നമ്മൾ തെരഞ്ഞെടുത്തേ മതിയാവും. തപ്പി തടഞ്ഞ് ഓതാനേ അറിയുള്ളെങ്കിൽ അങ്ങനെ ഓതി ഒരു ഖത്തം പൂർത്തിയാക്കണം. അത് തപ്പി തടഞ്ഞ് ഓതുന്നവർക്ക് ഇത്തഖുല്ലാഹ മസ്തതഅതു എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓരോരുത്തർക്ക് കഴിയുന്നതിനനുസരിച്ച് അള്ളാഹിനെ സൂക്ഷിക്കണ്ട്. അപ്പൊ എനിക്ക് കഴിയണ പോലെ ഞാൻ ഖുർആൻ ഓതി, എനിക്ക് ഇങ്ങനെ തപ്പി തടഞ്ഞ് ഓതാനേ അറിയുള്ളൂ. അപ്പൊ അങ്ങനെ ഓതി ഞാൻ ഖത്തമ് പൂർത്തിയാക്കണം. അതാണ് എൻ്റെ മേലുള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ. അതല്ല എനിക്ക് നല്ല ഭംഗിയായി ഓതാൻ അറിയാം, അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഭംഗിയായി ഓതിയിട്ട് തന്നെ ആ വിശുദ്ധ ഖുർആനിന്റെ ഒരു ആവർത്തി പാരായണം ചെയ്യാൻ സമയം കണ്ടെത്തണം. അങ്ങനെ ഓതാൻ അറിയുന്ന എനിക്ക് പിന്നെ അടുത്ത പണി എന്താണ്? ഞാൻ അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. അർത്ഥം മനസ്സിലാക്കിയ ഒരാളുടെ പണി എന്താ? അയാള് വിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ വായിച്ചു നോക്കണം. അങ്ങനെ ഒരു തഫ്സീർ ഞാൻ വായിച്ചു കഴിഞ്ഞെന്ന് വിചാരിക്കുക, അപ്പൊ ഞാൻ വേറൊരു തഫ്സീർ എടുക്കണം.
ഈ ലോകത്ത് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ അന്ന് മുതൽ തഫ്സീറും ഉണ്ട്, ഇപ്പോഴും തഫ്സീർ എഴുതിക്കൊണ്ടിരിക്കണവരും ഉണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആനുമായുള്ള പഠനം പഠിച്ച് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നവരായി ഓരോരുത്തരും മാറണം. കഴിഞ്ഞ കൊല്ലം ഞാൻ തപ്പിത്തടഞ്ഞ് തന്നെ ഓതിയത്, ഈ കൊല്ലവും ഞാൻ അങ്ങനെ തന്നെ ഓതണം. അങ്ങനെ ആവാൻ പാടില്ല. അപ്പൊ നമ്മള് വായനയും പഠനവും വിശുദ്ധ ഖുർആനിൻ്റെത് ഈ സന്ദർഭത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായി നമ്മൾ കാണണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസില് രണ്ട് കാലത്തെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ പറയുന്നത്. അതിൽ പറയാണ് വസയഅതി അലന്നാസി സമാൻ. നിങ്ങൾ ഈ രണ്ട് കാലം ഒന്ന് വേർതിരിച്ച് മനസ്സിലാക്കിയാൽ മതി. ജനങ്ങൾക്കൊരു കാലഘട്ടം വരാനുണ്ട്. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ആ കാലഘട്ടത്തിൽ കസീറുൻ ഫുഖഹാഉഹു, ഇഷ്ടംപോലെ പണ്ഡിതന്മാരുണ്ടാവും. ഖലീലുൻ ഖുതബാഉഹു, പ്രാസംഗികർ വളരെ കുറവാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, പണ്ഡിതന്മാർ ധാരാളം ഉണ്ട്, പ്രാസംഗികർ കുറവാണ്. പിന്നെ അടുത്തത് കസീറുൻ മുഅ്തൂഹു ഖലീലുൻ സായിലുഹു, ഒരു സംശയം ചോദിച്ചു വന്നാൽ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ആധികാരികമായി മറുപടി പറയാൻ കഴിയുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ചോദിച്ചു വരുന്ന ആൾക്കാർ കുറവാണ്. പിന്നെ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ വൃത്തിക്ക് അറിയാം. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നതെങ്കിൽ എന്താ വേണ്ടതെന്നറിയോ? അൽ അമലു ഫീഹി ഖൈറുൻ മിനൽ ഇൽമ്. ഇൽമ് നേടുന്നതിനേക്കാൾ പ്രാധാന്യം എന്തിനു കൊടുക്കണം? അമല് ചെയ്യാനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇനി അടുത്തൊരു കാലഘട്ടം പറയാം. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഖലീലുൻ ഫുഖഹാഉഹു, പണ്ഡിതന്മാർ കുറവായിരിക്കും. പിന്നെ കസീറുൻ ഖുതബാഉഹു, പ്രാസംഗികർ ഇഷ്ടം പോലെ ഉണ്ടാവും. അല്ലെ, നമ്മൾ യൂട്യൂബൊക്കെ കണ്ട് തുറന്നു നോക്കിയാൽ ഇഷ്ടം പോലെ പ്രാസംഗികരുണ്ടാവും. പിന്നെ ഖലീലുൻ മുഅ്തൂഹു, സംശയം ചോദിച്ചാൽ ആധികാരികമായി പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നവർ കുറവാണ്. കസീറുൻ സായിലുഹു, സംശയമുള്ളവരോ കൂടുതലാണ്. ഇപ്പൊ നമ്മൾ കൂടുതലും സ്ത്രീകൾക്ക് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് നമുക്കറിയാം, റമദാൻ ആയാൽ അല്ലെങ്കിൽ നിസ്കാരത്തെ പറ്റി എടുക്കുമ്പോൾ ഇപ്പോഴും ടീച്ചറെ അങ്ങനെ ആയാൽ നിസ്കാരത്തിന് എന്താ ചെയ്യേണ്ടത്, നിന്റെ നോമ്പ് ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട്, അപ്പൊ എങ്ങനെയാ മുദ്ദ് കൊടുക്കേണ്ടത്, ഈ സംശയം നമ്മളിത് തീർന്നിക്കണം. എപ്പോഴും ഇല്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ആധികാരികമായി നമ്മൾ വായിക്കയില്ല, പഠിക്കയില്ല, അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവർ വളരെ കുറവാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അൽ ഇൽമു ഫീഹി ഖൈറുൻ മിനൽ അമൽ, അമലിനേക്കാൾ പ്രാധാന്യം എന്തിനാ കൊടുക്കേണ്ടത്? ഇൽമിന് കൊടുക്കണം. നമ്മൾ ആ കാലത്താ ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമ്മളെ ഉണർത്തിയിട്ടാണ് അദ്ദേഹം പോയത്. അതുകൊണ്ട് നമ്മൾ വിശുദ്ധ ഖുർആനിന്റെ പഠിതാക്കളായി മാറണം ഈ റമദാൻ മാസത്തിൽ. അത് നിർബന്ധമാണ്. ഇത് നമ്മൾ വിചാരിക്കണ പോലെ അങ്ങനത്തെ കുട്ടിക്കളിയൊന്നുമല്ല. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും നല്ല സംസാരം ഏതാ? അള്ളാന്റെ സംസാരം. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പരിശുദ്ധമായ ഗ്രന്ഥം ഏതാ? അള്ളാന്റെ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ തൻ്റെ അടിമകളോട് അള്ളാഹു അതിലൂടെ സംസാരിക്കുന്നത്, എനിക്ക് വായിക്കാൻ സമയമില്ല, എനിക്ക് പഠിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആയുസ് തന്ന, ജീവൻ തന്ന, അറിവും കഴിവും സമയവും ജീവിതമൊക്കെ തന്ന അള്ളാഹിനോട് മറുപടി പറയാൻ പറ്റുമോ? ഇല്ല. അവിടെയും ഞാൻ പറയുന്നു, സൂറത്തുൽ ഹദീദിൽ അള്ളാഹ് ചോദിച്ച ചോദ്യത്തിന്റെ രണ്ടാമത്തത് അതാണ്. വമാ നസല മിനൽ ഹഖ്, അള്ളാഹു ഇറക്കിത്തന്ന ആ സത്യത്തെ അംഗീകരിക്കാനും അതിൻ്റെ മുന്നിൽ ഹൃദയത്തെ കീഴടക്കാനും ഇപ്പോഴും നിങ്ങൾക്ക് സമയമായിട്ടില്ലേ എന്ന ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ടാകണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു കാലത്താ ജീവിക്കുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ചരിത്രം പറയുമ്പോൾ ഉസ്മാനിയ ഖിലാഫത്ത് തകർന്നു, അല്ലെ? ഖിലാഫത്ത് തകരുകയാണ്. അത്താതുർക്കിന്റെ കാലത്താണ് ഖിലാഫത്ത് തകരുന്നത്. ബ്രിട്ടീഷുകാരുടെ ഒത്താശയോടുകൂടിയാണ് ഖിലാഫത്തിന്റെ തകർച്ച പരിപൂർണമാവുന്നത്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഖിലാഫത്ത് തകർന്നല്ലോ.
മുസ്ലിങ്ങൾ ചിന്ന ഭിന്നമായതുപോലെയായി, അവർക്കൊരു ഇമാമില്ലാത്ത പോലെയായി, അവരുടെ നേതൃത്വം നഷ്ടപ്പെട്ടതുപോലെയായി. അപ്പൊ മുസ്ലിം നാടുകളിലേക്ക് വ്യാപകമായി ആളുകളെ പറഞ്ഞേക്കാണ്. അപ്പോ ബ്രിട്ടീഷ് ജനറൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു വർത്താനുണ്ട് അവർക്ക് കൊടുക്കുന്ന കത്തിൽ, നിങ്ങൾ മുസ്ലിം നാടുകളിലേക്ക് പോകുമ്പോൾ 2 കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. അതിലൊന്നെന്താ, അവരുടെ കയ്യിൽ ഒരു ഖുർആനുണ്ട്. ആ ഖുർആൻ വിട്ട് അവർ കളിക്കൂല. ആ ഖുർആനാണ് അവരുടെ കേന്ദ്രം. അതുകൊണ്ട് ആ ഖുർആനിൽ അവരെ തെറ്റിച്ചല്ലോ. നമുക്കിപ്പോ എല്ലാത്തിനും നേരണ്ട്, നേരമില്ലാത്തപ്പോ എന്തിനാന്ന് വെച്ചാൽ ഖുർആനുമായി ബന്ധം സ്ഥാപിക്കാനാണ്. രണ്ടാമത്തത് എന്താണെന്നറിയോ, അവർക്ക് പള്ളികളുണ്ട്. ആ പള്ളികളാണ് അവരുടെ ശക്തി കേന്ദ്രം. ആ പള്ളികളിൽ എത്തുമ്പോൾ അവർക്കൊരു ഐക്യത്തിന്റെ ബോധം ഉണ്ടാവും. ഒന്നാണെന്ന് അവർക്ക് മനസ്സിലാകും. അത് തകർക്കണം. അങ്ങനെയാണ് വ്യാപകമായി തുർക്കിയിലൊക്കെ പള്ളികൾ അടച്ചുപൂട്ടുന്നത്, ബാങ്ക് നിരോധിക്കുന്നത്, അറബി ഭാഷ നിരോധിക്കുന്നത്. ഇതൊക്കെ നമ്മളെ ഐക്യപ്പെടുത്തുന്ന സംഗതികളാണല്ലോ. എന്നിട്ട് പറഞ്ഞു, വേണമെങ്കിൽ നിങ്ങളെ ഭാഷയിൽ ബാങ്ക് കൊടുത്തോളി, അറബി കൊടുക്കണ്ടെന്നേ ഉള്ളൂ. അപ്പൊ നമ്മള് വേറെ വേറെ ഭാഷന്റെ ആൾക്കാരായി മാറുമല്ലോ. ഇത് നമ്മൾ ഈ ലോക മുസ്ലിങ്ങൾ ഒന്നടങ്ക് എവിടെ പോയാലും നമ്മൾ ഒന്നാണ്. അങ്ങനെ അത് തകർക്കാൻ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ഖുർആൻ അമാനുഷികമായ ഗ്രന്ഥാണെന്ന്. പക്ഷെ ഇത് കണ്ടിട്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, സൂറത്തുൽ ഹദീദിൽ പറഞ്ഞപ്പോ കാലങ്ങനെ നീണ്ടുപോയപ്പോ എന്നും ഈ സാധനം ഷോക്കേസിൽ ഇരിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എപ്പോ പള്ളിയിൽ കയറിയാലും നല്ല ഭംഗിയുള്ള ചട്ടയിൽ ഇഷ്ടം പോലെ ഖുർആൻ കാണുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളെ ഹൃദയത്തിലാ അത് നമ്മളെ ഖുർആൻ തന്നെ, അത് കുഴപ്പമൊന്നുമില്ല, ഇത് നമ്മളാളന്നെ, കുഴപ്പമില്ലാന്നറിയില്ല. അതേപോലെ ആക്കിയതാണ് നമ്മൾ എന്തിനെ, വിശുദ്ധ ഖുർആൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ 2 സംഗതികളെയും ഉമ്മത്തു മുസ്ലിമ ചേർത്ത് പിടിക്കാൻ ഈ റമദാനിനെ ഉപയോഗപ്പെടുത്തണം എന്നാണ് ഞാൻ ആ വിഷയത്തിൽ ആധികാരികമായി പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം. മറ്റൊന്ന് പറഞ്ഞ എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾ ശ്രദ്ധിക്കണം, ജുമാ നമസ്കാരത്തിന് പള്ളിയിൽ ആൾക്കാരെത്തുമല്ലോ അല്ലെ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. റമദാനിലാണെങ്കിൽ പിന്നെ പറയാനുമില്ല, പുറത്തേക്ക് പന്തലൊക്കെ ഇടേണ്ടി വരും ചിലപ്പോ. അങ്ങനെ ജുമാ നമസ്കാരത്തിന് പള്ളിയിലെത്തുന്ന അത്രയും ആളുകൾ സുബഹി നമസ്കാരത്തിന് പള്ളിയിലെത്തിയാൽ ആ സമൂഹത്തെ നിങ്ങൾ ഭയപ്പെടണം. നിങ്ങൾ ആലോചിച്ചോക്ക്, നമ്മളെ കരുത്തല്ലേ അത്. ആ കരുത്ത് എങ്ങനെയാ ചോർന്നു പോയത്? ആ കരുത്ത് ചോർന്നു പോയത് നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് ഇസ്ലാമില്ലാതായതുകൊണ്ടാണ്. നമ്മൾ വിളിച്ചെഴുന്നേൽപ്പിക്കണ്ടേ? വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ഒരു ജാഗ്രതയുള്ളൊരു മാതാവ് അവിടെ വേണ്ടേ? അതിന് സപ്പോർട്ടായി നിൽക്കുന്ന ഒരു പിതാവ് അവിടെ വേണ്ടേ? അങ്ങനെ ആൺകുട്ടികളെയും വാപ്പാരെയും സഹോദരന്മാരെയൊക്കെ പള്ളിയിലേക്ക് എത്തിക്കാനുള്ള ഒരു കുടുംബ ഘടന നമ്മൾ ഉണ്ടാക്കിയെടുക്കണ്ടേ? ഇത് വെറുതെ ഉണ്ടാവുമോ? വെറുതെ ഉണ്ടാവൂല. ഇത് ഉണ്ടാക്കിയെടുക്കണം. ഞാൻ എപ്പോ പ്രഭാഷണം നടത്തുമ്പോഴും പറയുന്ന ഒരു സംഗതിയാണ്, ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസിങ് മതമാണ്. കേവലം മതം, ഇസ്ലാമിന്റെ മതം തന്നെ പറയാൻ പാടില്ല. ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും മാമൂലുകളുടെയും ഒരു മതമല്ല ഇസ്ലാം. ഇസ്ലാം ഒരു ജീവിത വ്യവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ വ്യവസ്ഥകളെ പരിശീലിപ്പിച്ചെടുക്കുന്ന പരിശീലന കളരിയാകണം നമ്മുടെ വീടകങ്ങൾ. അവിടുന്നാണ് ഈ പ്രാക്ടീസിങ് തുടങ്ങേണ്ടത്. അപ്പൊ പ്രാക്ടീസിങ് മതമായ ഇസ്ലാമിനെ പ്രാക്ടീസ് ചെയ്യാനുള്ള സുന്ദരമായ ഒരു സന്ദർഭമാണ് റമദാൻ. ഈ റമദാനിനെ നമുക്ക് സൈക്കോളജി വെച്ചിട്ട് നമ്മളൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, സൈക്കോളജിക്കലായിട്ട് പറയാം എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു സംഗതി ഇപ്പൊ ഞാൻ പല്ല് തേക്കുമ്പോ കരയണ ഒരാളാന്ന് വിചാരിച്ചോളൂ നിങ്ങൾ. ഞാൻ തന്നെ വിചാരിക്കണം ഇങ്ങനെ ശരിയാവില്ലല്ലോ, പല്ല് തേച്ചിട്ടില്ലെങ്കിൽ വായ നാറും, ആൾക്കാർക്കൊക്കെ മോശമാവും, ഞാൻ എന്തായാലും പല്ല് തേക്കൽ ശീലാക്കണം, എനിക്ക് അതിനോടൊരു മടി ഇന്ന് ഞാൻ സ്വയം തീരുമാനിക്കുകയാണ്. അങ്ങനെ ഞാൻ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഞാനൊരു തീരുമാനം എടുത്ത് ഞാൻ അങ്ങനെ പല്ല് തേച്ച് ശീലിച്ചാൽ 22ാമത്തെ ദിവസം മുതൽ എൻ്റെ മനസ്സിൽ ആ മടി മാറും. അതെന്താ കാരണം എന്ന് ചോദിച്ചാൽ, സൈക്കോളജിക്കലായിട്ട് പറയുക, അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ആ വിഷയം നമ്മുടെ ഉപബോധ മനസ്സിലാണ് ഉണ്ടാവുക. ഉപബോധ മനസ്സിൽ ഒരു കാര്യം കയറിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഇറങ്ങാൻ പാടാണത്. ഇപ്പം നമ്മൾ ചില പേടികളൊക്കെ, ഓളൊന്ന് പേടിച്ചതാണ്, പിന്നെ അതുമ്മ തുടങ്ങി ഓൾക്ക് പനിയും അസുഖങ്ങളും ആണെന്ന് പറയും. അതെന്താ? ആ പനി നമ്മളെ ഉപബോധ പേടി ഉപബോധ മനസ്സിൽ കയറിയിട്ടാണ്. ഇനി നിങ്ങൾ ഈ സൈക്കോളജിയെ റമദാനിലേക്ക് കൊണ്ടുവന്നാൽ, എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് എന്നോടെന്ന പോലെ പറയാണ്,
നമ്മൾ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യം, ഇപ്പൊ ഞാൻ നിസ്കാരത്തിൽ കുറച്ച് ബാക്കാണ് എന്നാണ് ഞാൻ കണ്ടെത്തിയത് എൻ്റെ ജീവിതത്തെ കുറിച്ച്. അപ്പൊ ഞാൻ തീരുമാനിക്കുകയാണ്, ഇനി അങ്ങനെ ആയ ശരിയാവില്ല, നമസ്കാരം വളരെ കറക്റ്റ് ആക്കണമെന്ന് ഞാൻ സ്വയം തീരുമാനിച്ച് 21 ദിവസം പ്രാക്ടീസ് ചെയ്താൽ 22ാമത്തെ ദിവസം മുതൽ കൃത്യമായി നമസ്കരിക്കുന്ന ഒരാളായിട്ട് എനിക്ക് മാറാൻ പറ്റും. അപ്പൊ നോമ്പ് എന്തിനുള്ള പ്രാക്ടീസാണ്? നമുക്ക് നല്ല ശീലങ്ങളെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് നല്ല ആളാവാൻ 30 ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 29. സൈക്കോളജിക്കലായിട്ട് 21 ദിവസം മതി എന്നാണ്. അപ്പോൾ ശീലങ്ങൾ വളർത്തിയെടുക്കാൻ, ദുശീലങ്ങളെ ഇല്ലാതാക്കാൻ, ജീവിതത്തിന് പുതിയ കാഴ്ചപ്പാടുകളും ചിന്തകളും ഉണ്ടാക്കാൻ നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് ജീവിതത്തിന്റെ ഗതി തിരിച്ചുവിടാൻ കഴിയുന്ന സുന്ദരമായ ഒരു മാസമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസി സമൂഹത്തിന് നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ നല്ല തീരുമാനങ്ങൾ എടുത്ത് നല്ല ടൈം ടേബിളോട് കൂടി വേണം റമളാനിനെ വരവേൽക്കാനും റമളാനിലെ ദിവസങ്ങളിലൂടെ കടന്നു പോകാനും. ഞാൻ സ്ത്രീകളോട് പ്രത്യേകം പറയുന്നത്, ചിലവർക്ക് പള്ളിയൊന്നും അടുത്തുണ്ടാവില്ല. ഞാൻ ഓരോ ആളുകളോട് സംസാരിക്കുമ്പോൾ ചോദിച്ചറിയണം കേട്ടോ, അപ്പൊ നിങ്ങൾ തറാവീഹ് നിസ്കരിക്കൂല? ആ നിസ്കരിക്കും. ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ പണിയും കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് നിസ്കരിക്കാം. നമ്മൾ പെണ്ണുങ്ങൾക്ക് സമാധാനം എപ്പോഴും എല്ലാ പണികളും കഴിയുമ്പോഴാണ്. അത് എനിക്കും അങ്ങനെയൊക്കെ തന്നെ ആട്ടെ, ഞാനും ഒരു പെണ്ണല്ലേ. അപ്പോ പക്ഷെ എന്താന്ന് വെച്ചാൽ അവസാനത്തെ പാത്രവും കഴുകി മേലൊക്കെ കഴുകിണ്ട് കയറിയാലുള്ള പെണ്ണിന്റെ അവസ്ഥകളൊന്നും ആലോചിച്ചൊക്കെ പലരും ഇരുന്ന് ചിരിക്കുന്നുണ്ട്. എന്താ കാരണം? നമുക്കുണ്ടാവും ഒരു തളർച്ച അല്ലേ? കുറച്ചു നേരം ഒന്ന് ഇരിക്കായിരുന്നു, പിന്നെ ഇരുന്നാ പറ്റൂല, തറാവീഹ് നിസ്കരിക്കണ്ടേ, കയ്യെട്ടും, ഉറക്കം തൂങ്ങും. ഒരു ഉണർവില്ലാതെ, ഒരു ഉന്മേഷമില്ലാതെ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുകയാണ് എന്ന ഒരു ഭയഭക്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വിചാരിച്ചാലും പറ്റൂല. എന്താ കാരണം? അത്രയും നമ്മൾ ടയേർഡാണ്. അങ്ങനെ അല്ല. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഈ റമളാനിന്റെ രാവുകളിൽ ആരെങ്കിലും എങ്ങനെ നിൽക്കണം? പാത്രം കഴുകി ക്ഷീണിച്ച് ഉറക്കം വന്ന് നിൽക്കണം എന്ന് പറഞ്ഞതായിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടിരുന്നു. പക്ഷെ പറഞ്ഞത് അങ്ങനല്ല. ഈമാനോടുകൂടി നിൽക്കണം, പ്രതിഫലം ആഗ്രഹിച്ച് നിൽക്കണം. നമ്മൾ നിൽക്കണം എങ്ങനെയാണെന്നറിയോ? ഈ പണി കൂടി കണ്ട് കഴിഞ്ഞാൽ നമുക്കണ്ട് കിടന്നു ഉറങ്ങായിരുന്നു. ഏത് പണി? ഈ തറാവീഹ് എന്ന് പറയുന്ന ഒരു പണി ഉണ്ടല്ലോ, അങ്ങനെ എല്ലാം ഒരു പണിയാണ്. അങ്ങനെ ആയാലൊന്നും റബ്ബ് നമുക്ക് പിന്നെ പ്രതിഫലം തരൂല. നമ്മളെ നീയത്ത് നല്ല യഖീനുള്ള നീയത്ത് ഉണ്ടാവണം. അപ്പൊ അതുകൊണ്ട് അവസാനത്തെ പാത്രവും കഴുകിയിട്ടാൽ എല്ലാ പാത്രങ്ങളും അവിടെ കിടക്കട്ടെ. പള്ളിയിൽ പോകാൻ പറ്റണവരാണെങ്കിൽ പള്ളിയിൽ പോകും. അല്ലാത്തവര് പള്ളിയിൽ തറാവീഹ് നിസ്കരിക്കുന്ന സമയം തന്നെ അതിന് സെലക്ട് ചെയ്യുക. ബാക്കിയൊക്കെ അവിടെ കിടന്നോട്ടെ. നമ്മളിപ്പോൾ അപ്പണ്ട് മരിച്ചു പോയാൽ ബാക്കി പാത്രം നമ്മൾ കഴുകുമോ? വേറെ ആരെങ്കിലും കഴുകൂലേ? ഇപ്പം അത് അത്രയും അതിൻ്റെ കാര്യമുള്ളൂ. അതുകൊണ്ട് ആരാധനകളായും കൃത്യമായും നിർവഹിക്കുന്നിടത്ത് ഇത്തരം കാര്യങ്ങൾ തടസ്സമാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നുകിൽ ആ സമയമാകുമ്പോഴത്തേന് തീർക്കുക, അല്ലെങ്കിൽ ബാക്കിയുള്ളത് അവിടെ വെച്ച്. പള്ളിയിലൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത സ്ത്രീകളാണെങ്കിൽ തറാവീഹൊക്കെ പള്ളികളിൽ നടക്കുന്ന സമയം തന്നെ നമ്മളും അതിന് സെലക്ട് ചെയ്ത് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഉറക്കം തൂങ്ങിയിട്ട് പാത്രം കഴുകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. കാരണം പാത്രം കഴുകുന്നിടത്ത് അങ്ങനത്തെ ഹദീസൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് രക്ഷയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ നമുക്ക് കരുപ്പിടിപ്പിക്കാൻ പറ്റണം. ഞാൻ അങ്ങനെ ഒരു ദിവസം ക്ലാസ് എടുത്തപ്പോഴേ ഒരു സ്ത്രീനോട് പറഞ്ഞ്, അല്ലാ ടീച്ചറെ നിങ്ങളിത് പറഞ്ഞേ നന്നായി, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ അറിയില്ല. ഞാൻ വെള്ളിയാഴ്ച ളുഹർ നിസ്കരിക്കൽ എങ്ങനെയാണെന്നറിയോ? ഇറച്ചി കുക്കറിലൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ളുഹർ നിസ്കരിക്കും. ഇതിൻ്റെ അത്തഹിയാത്ത് കഴിയുമ്പോഴത്തേനും കുക്കറിന് എന്ത് ചെയ്യും? വിസില് വരും. ഞാനപ്പോൾ അല്ലാ വിസില് വരുന്നുണ്ടാന്നാണ് എൻ്റെ മനസ്സിൽ വരിക. ഇത് അപ്പോൾ ഞാനിപ്പോഴാണ് ടീച്ചറെ ചിന്തിക്കണത്, അങ്ങനെ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ അങ്ങനെ ഒരു പണി അവിടെ പെൻഡിങ്ങിലിട്ടിട്ട് ഇവിടെ നിസ്കരിക്കുമ്പോൾ സ്വാഭാവികമാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് ചോദിച്ചാൽ, ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാനാണ്. ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം എന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെ അറിവിലൂടെയും വായനയിലൂടെയും അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ചുള്ള അടുപ്പം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്കിങ്ങനെ ചിന്തകളൊക്കെ വരിക. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ചിന്ത എന്ന് പറഞ്ഞാൽ അൽ ഫിഖ്റു നിസ്ഫുൽ ഇബാദ എന്നാണ്. ചിന്ത എന്ന് പറഞ്ഞാൽ ഇബാദത്തിന്റെ പകുതിയാണ്.
അപ്പൊ ചിന്തയും കൂടി വേണം. വെറുതെ ഇബാദത്ത് നടത്തിയാൽ പോരെ, ഞാൻ എന്താ ചെയ്യുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നത്, എന്താണ് പറയുന്നത് എന്ന് നമ്മളെ മനസ്സിൽ നമുക്ക് ഉണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ 3 കാര്യങ്ങളെക്കുറിച്ച് മരണബോധം ഉണ്ടായാൽ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ ഉഷാറായി നടത്താൻ പറ്റും. മരണചിന്ത ഉണ്ടായാൽ മതി. അപ്പൊ നമുക്കൊക്കെ മരിക്കും എന്നുള്ള ബോധം ഉണ്ടല്ലോ. അത് എങ്ങനെയാ മരിക്കും എന്നുള്ള ബോധം എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും മരിച്ചാൽ ആ കഥ പറയുന്ന ബോധമേ നമുക്ക് ഉണ്ടാവുള്ളൂ. നമ്മളില്ലാത്തൊരു ഭൂമിയെ കുറിച്ചൊന്ന് സങ്കല്പിച്ച് നോക്കണ്ടേ. നിങ്ങൾ ആ അടുക്കളയിലൊന്ന് നിന്നിട്ടേ, ഞാനില്ലാത്തൊരു അടുക്കള ഒന്ന് ആലോചിച്ച് നോക്കുക. ചിലപ്പോൾ മക്കൾ ഇങ്ങനെ മുളകും പൊടി തിരയുണ്ടാവും, അവർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. കറി ഉണ്ടാക്കാൻ നോക്കുമ്പോഴേ നമ്മളില്ലല്ലോ അടുക്കളയിൽ. നമ്മളില്ലാത്ത അടുക്കള, നമ്മളില്ലാത്ത വീട്, നമ്മളില്ലാതെ നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതാണ് മരണബോധം എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടായാൽ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ അള്ളാന്റെ റസൂൽ ഓഫർ ചെയ്യണം. എന്താണെന്നറിയോ? ഒന്ന്, തഅ്ജീലു തൗബ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. തൗബയ്ക്ക് ധൃതിയാവും. വേഗം വേഗം നമ്മൾ തൗബ ചെയ്യും. പടച്ചോനെ, എപ്പോഴാ മരിക്കാന്ന് അറിയില്ല, റബ്ബെ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു തരണേന്ന് അറിയാതെ നമ്മൾ ഓരോ നിമിഷവും തൗബ ചെയ്തു പോകും. റമളാനിന്റെ രാത്രികൾ തൗബക്ക് വേണ്ടി ഉപയോഗിക്കണം. എങ്ങനെ തൗബ ചെയ്യണമെന്നറിയോ? കരഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. കരയാനൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. നമ്മൾ മാത്രമല്ല, സ്വഹാബിമാരൊക്കെ കരയാൻ പ്രാക്ടീസ് ചെയ്തതാ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചൊക്കെ പറയുന്നത്, ജന്നത്തുൽ ബക്കിയിൽ പോയിരുന്നിട്ട് ഇങ്ങനെ കരയാൻ വേണ്ടി പോയിരിക്കും. കരയുന്ന എന്താ അറിയോ? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഹൃദയത്തിന് ആർദ്രത ഉണ്ടാകും. ആർദ്രതയുള്ള ഹൃദയത്തിൽ ഈമാൻ നിറയും. അതിനാണ്. അപ്പൊ നമ്മൾ രാത്രിയിലൊക്കെ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി പരിശീലിക്കുക. ആദ്യമൊക്കെ അങ്ങനെ പരിശീലിക്കുമ്പോൾ കരച്ചിലൊന്നും വരൂല നമുക്ക്. പക്ഷെ പ്രാക്ടീസ് ചെയ്ത് വന്നാൽ അള്ളാഹിനെ പറ്റി ആലോചിക്കുക, ഖബറിനെ കുറിച്ച് ആലോചിക്കുക, നമ്മുടെ മരണത്തെ പറ്റി ആലോചിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കരയാൻ പറ്റും. തഅ്ജീലു തൗബ. തൗബയിൽ നമ്മൾ ധൃതിപ്പെടും. പിന്നെന്താ? ഖനാഅത്തുൽ ഖൽബ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റും. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ പറ്റും. നമ്മൾ പെണ്ണുങ്ങൾക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റിയാൽ ആ വീട് പിന്നെ സ്വർഗാവും, ഉറപ്പാണ്. ആണുങ്ങൾ അതിൽ കുറച്ചുകൂടി ഉഷാറാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാത്തവരും ഉണ്ടാവാം, എല്ലാത്തിലും എക്സെപ്ഷൻസ് ഉണ്ടാവുമല്ലോ. ഏറ്റവും ചുരുങ്ങിയത് അലമാര തുറന്നു നോക്കിയാൽ അറിയാം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടത് ആണാണോ പെണ്ണാണോ എന്ന്. ഇല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമുക്കാണ് പിന്നെയും പഠിച്ചോനെ ഇനി അൽമാര നോക്കിയപ്പോൾ നാളത്തെ കല്യാണത്തിന് പോകാൻ പറ്റിയ ഒരു ഡ്രസ്സും അധികം കാണില്ല. അപ്പൊ നമുക്ക് വേറെ ഡ്രസ്സ് എടുക്കേണ്ടി വരും. ഖനാഅത്തുൽ ഖൽബില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ, ഉള്ളതിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യാനുള്ള മനസ്സുണ്ടാകും മരണബോധം ഉണ്ടാകുമ്പോൾ. നശാത്തുൽ ഇബാദ. ഇബാദത്ത് ചെയ്യാനുള്ള ഒരു ഉന്മേഷം നമുക്കുണ്ടാകും. കാരണം പഠിച്ചോനെ മരിച്ചു പോവാനായ അടുത്ത നമസ്കാരത്തെ പറ്റി നമ്മൾ പറയില്ല, അടുത്ത നമസ്കാരത്തിന് നമ്മൾ ഉണ്ടോ അറിയില്ല. അപ്പൊ നശാത്തുൽ ഇബാദ, ഇബാദത്തിനൊരു ഉഷാറുണ്ടാകും. ഇനി മരണബോധം ഇല്ലെങ്കിലോ അവിടെയും ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് അറിയാവുന്ന ഒരു സഹോദരി ഉണ്ട്, അതിൻ്റെ അമ്മോശന് മരിച്ചുപോയി. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തൊക്കെ കൊടുക്കട്ടെ. കുറച്ച് ഓളെ പ്രയാസപ്പെടുത്തിയ കാലാണ്. അപ്പോൾ ഓളിങ്ങനെ കരയുമ്പോൾ അല്ലെങ്കിൽ നിസ്കരിച്ചിട്ടൊന്നും കാര്യമില്ല, ഞാൻ 82 വയസ്സിലേ മരിക്കുള്ളൂ. ഓള് പറയും മൂപ്പർക്ക് എവിടുന്ന് 82 കിട്ടിയെന്ന് അറിയില്ല, മൂപ്പര് 68ാമത്തെ വയസ്സിൽ മരിക്കുകയും ചെയ്തു. അതുവരെ മൂപ്പർക്ക് മരണബോധം ഉണ്ടായില്ല. മൂപ്പരുടെ ഉള്ളിൽ ഞാൻ 82 വയസ്സിലാണ് മരിക്കുക എന്നായിരുന്നു. മരണബോധം ഉണ്ടാവുക എന്ന് പറയുന്നത് അള്ളാന്റെ ഒരു അനുഗ്രഹം. അതില്ലാതിരുന്നാൽ എന്തുണ്ടാകും? നേരത്തെ പറഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ് ആണ്. തൗബ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? തൗബ ഇനി സമയമുണ്ടല്ലോ അല്ലേ? ഞാനും മരിക്കാനൊന്നും ആയിട്ടില്ല, നല്ല ഉഷാറുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, എനിക്ക് ഒരു അസുഖങ്ങളും ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ഷുഗർ ഇല്ല, അറ്റാക്കിന്റെ ഒരു ലക്ഷണങ്ങളും ഇല്ല. പിന്നെ ഇപ്പൊ എന്താ തന്നെ മരിക്കാനൊന്നും ആയിട്ടില്ല. അപ്പോ തൗബ വൈകിപ്പോകും. പിന്നെന്താണ്? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സേ ഉണ്ടാവില്ല. ഇനിയും വാരിക്കൂട്ടണം എന്ന മാനസികാവസ്ഥയിലേക്ക് നമ്മൾ പോകും. മൂന്നാമത്തത് ഇബാദ. ഇബാദത്തിൽ അലസരായിരിക്കും. ഇനി സമയമുണ്ടല്ലോ, കുറച്ചും കൂടി പ്രായമായാല് നല്ലോണം ദിക്റല്ല, ഖുർആൻ ഓതാ, നിസ്കരിക്ക, ഇതിനൊക്കെ സമയമുണ്ട് എന്ന് വിചാരിച്ച് ആരാധനകളിൽ നമ്മൾ കുറച്ചുകൂടി മടിയുള്ളവരായി മാറും. അതുകൊണ്ട് ഈ റമളാൻ നേരത്തെ സ്വാഗതം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതുപോലെ കഴിഞ്ഞ റമളാനിലുള്ള പലരും നമ്മൾ സാധാരണ കേൾക്കണാണ്. പക്ഷെ അത് നമ്മുടെ ബന്ധത്തിൽ നിന്നൊക്കെ ഒരാളങ്ങട് പോയാലാണ് നമുക്ക് അതിൻ്റെ ഒരു വല്ലാത്ത വിഷമം റമളാനൊക്കെ അടുക്കുമ്പോൾ അറിയാം. എൻ്റെ സഹോദരിയുടെ ഭർത്താവ് സെപ്റ്റംബറിൽ മരിച്ചുപോയി. ഇപ്പൊ ആദ്യത്തെ റമളാൻ വരികയാണ്. നമുക്കത് പറയുന്നതിൻ്റെ ഒരു അകക്കാമ്പ് എന്താണെന്ന് ഇപ്പൊ നമുക്ക് എങ്ങനെ നമ്മൾ ഉള്ളിൽ തട്ടി നമ്മൾ മനസ്സിലാക്കുകയാണ്.
ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ അങ്ങനെ അവർക്കില്ലാത്തൊരു ഭാഗ്യം നമുക്ക് വീണ്ടും വരികയാണ്. അപ്പൊ അത് ഉണർവോടുകൂടി ഉഷാറോടുകൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒറ്റ വർത്താനം പറഞ്ഞു. എന്തിനാ നോമ്പെടുക്കുന്നത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ. നിങ്ങൾ നോമ്പിനെ പറ്റി ആലോചിച്ച് നോക്കിയേ. നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒളു എടുത്ത് മുസല്ല വിരിച്ച് 5-6 മിനിറ്റ് അതന്നെ. അപ്പൊ ഉമ്മാന്ന് വിളിച്ചാൽ നമ്മൾ വിളി വെക്കൂല, ഇല്ലേ? ഒന്നിലും ശ്രദ്ധയില്ല, അതിനു വേണ്ടി മാത്രം കുറച്ച് സമയം ചെലവഴിക്കുകയാണ്. ഹജ്ജ് എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. ദുൽഹജ്ജ് 8 മുതൽ ആ കർമ്മങ്ങളിൽ മാത്രമാണ് അവരുണ്ടാവുക. വേറെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തിരിയാൻ പറ്റില്ല. നോമ്പ് അങ്ങനെ ഒരു ആരാധനയാണോ? അല്ല. നോമ്പെടുത്തിട്ട് നമ്മൾ അങ്ങാടിയിൽ പോകും, നോമ്പെടുത്തിട്ട് നമ്മൾ ആൾക്കാരോട് സംസാരിക്കും, നോമ്പെടുത്തിട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കും, നോമ്പെടുത്തിട്ട് നമ്മൾ ടെക്സ്റ്റൈൽസിൽ പോകും, നോമ്പെടുത്തിട്ട് നമ്മൾക്ക് പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. എന്നാൽ നമ്മൾ ആരാധനയിലുമാണ്. അങ്ങനെയല്ലേ നോമ്പ് എന്ന് പറഞ്ഞാൽ? അല്ലെ? ജീവിക്കുകയാണ്. നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ജീവിക്കുകയാണ്. അപ്പോ ജീവിതത്തിൽ ഉടനീളം തഖ്വയുണ്ടാകണം. അതാണ് ലഅല്ലക്കും തത്തഖൂൻ. അല്ലാതെ നിസ്കരിക്കുമ്പോ നിയ്യത്ത് ശരിയായോ എന്ന് തഖ്വയോട് കൂടിയിട്ട് നിസ്കരിക്കാതെ മാത്രല്ല, നിങ്ങൾ ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളിലേക്ക് കടന്നു പോകുന്നുണ്ടോ അവിടെയൊക്കെയും നിങ്ങൾ തഖ്വയുള്ളവരായി മാറാൻ പ്രാക്ടീസ് ചെയ്യുന്ന ആരാധനാ കർമ്മത്തിന്റെ പേരാണ് നോമ്പ്. അത് കേവലം ഒരു കുറച്ച് സമയം എന്നുള്ളതല്ല. നോമ്പ് ആരാധന നടത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കുകയാണ്. ആരാധന നടത്തിക്കൊണ്ട് ജീവിതത്തിന്റെ വിവിധ മേഖലകളിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലായിടത്തും തഖ്വയുള്ളവരായി നമ്മൾ മാറണം. ആ തഖ്വയെയാണ് നമ്മൾ ഒരുമിച്ച് കൂട്ടേണ്ടത്. അവസാനിപ്പിച്ചുകൊണ്ട് പറയാനുള്ളത്, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് വർത്താനൊക്കെ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് നീ തഖ്വയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം. രണ്ടാമത്തത് സിദ്ഖുൽ ഹദീസ്, സത്യസന്ധമായ സംസാരം. നമ്മൾ വളരെ പ്രധാനപ്പെട്ട് റമദാനിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സത്യസന്ധമായി സംസാരിക്കുക. പള്ളിയിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, അവിടെ എത്തുമ്പോൾ എനിക്ക് പിന്നെ എന്തില്ല, അവിടെ അത് രാഷ്ട്രീയമാണ്, അവിടെ പിന്നെ നമുക്ക് എങ്ങനെയും സംസാരിക്കാം. ഇങ്ങനെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇവിടെ ഞാനൊരു ജനസേവനം ചെയ്യുന്നത് അത് വോട്ട് കിട്ടാനാണ്, ഇവിടെ ഞാനൊരു ജനസേവനം ചെയ്യുന്നത് അത് അള്ളാഹിന്റെ തൃപ്തിക്കാണ്. അങ്ങനെയില്ല. നമ്മുടെ എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിൽ സമർപ്പിക്കാനുള്ളതാണ്. അതിൽ സംസാരമടക്കം നമ്മൾ ഏത് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരായിരുന്നാലും എന്ത് പറയുമ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് സത്യസന്ധമായി സംസാരിക്കാൻ നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം മരിച്ചു പോകും. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെയാ പഠിപ്പിച്ചത്, നിങ്ങൾ ഹൃദയത്തെ മരിപ്പിക്കരുത്. എങ്ങനെയാണെന്നറിയോ ഹൃദയം മരിക്കണത്? നമ്മൾ സുഖലോലുപരായി ജീവിക്കുമ്പോഴാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഹൃദയം കൃഷിസ്ഥലം പോലെയാണ്. കൃഷിസ്ഥലത്ത് നമ്മൾ വിത്തൊക്കെ ഇട്ടിട്ട് അത് മുളക്കട്ടെ എന്ന് വിചാരിച്ച് കുറേ വെള്ളം ഒഴിച്ചു കൊടുത്താൽ എന്താ ഉണ്ടാവുക? മുളയ്ക്കൂല, അത് ചീഞ്ഞു പോവേ ഉള്ളൂ. അതേപോലെ ഹൃദയത്തെ സുഖലോലുപതയിൽ അങ്ങനെ അള്ളാഹിനെ കുറിച്ച് ഓർക്കാൻ നേരമില്ല, ഖുർആൻ ഓതാൻ നേരമില്ല, നോമ്പെടുക്കാൻ സമയമില്ല, നിസ്കരിക്കാൻ സമയമില്ല, അങ്ങനെ എന്തോ ഒരു ഹാലിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഹൃദയം മരിച്ചു പോകും. ഹൃദയത്തെ ഉണർവുള്ള, ജീവസ്സുള്ള, ക്രിയാത്മകമായ ഒന്നാക്കി മാറ്റാനുള്ള പരിശീലന കളരിയിലേക്ക് കടക്കുകയാണ്. ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, പടച്ചവനെ പല തെറ്റുകളും ഇനിയും സംഭവിക്കും, നോമ്പെടുക്കുമ്പോഴും പല കാര്യങ്ങളിലും നമുക്ക് പോരായ്മകളുള്ളവരാണ്. അതുകൊണ്ട് പരമാവധി അള്ളാഹുവിൻ്റെ നമ്മുടെ കണക്ക് പുസ്തകത്തിൽ അള്ളാഹു നൽകാമെന്നേറ്റ പ്രതിഫലത്തെ എഴുതി ചേർക്കുവാൻ കഴിയുന്നവരായി മാറാൻ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. റമദാനിനെ വരവേൽക്കുന്നതിന് മുമ്പേ ഇരുന്നത് പോലെ വീട്ടിനകത്ത് എല്ലാവരും ഒന്ന് കൂടിയിരിക്കുക, റമദാനിനെ കുറിച്ച് സംസാരിക്കുക, എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനമെടുക്കുക. അങ്ങനെ നല്ല ഒരു ഇസ്ലാമിക അന്തരീക്ഷത്തിൽ കുടുംബത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് പരിശുദ്ധ റമദാനിലേക്ക് കടക്കാൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും ദുർബലരായ, അതുപോലെ തന്നെ തെറ്റുകുറ്റങ്ങളൊക്കെ ഏറെ ചെയ്തു പോയിട്ടുള്ള പാപികളായ മനുഷ്യരാണ്. പടച്ച തമ്പുരാനെ, അറിഞ്ഞോ അറിയാതെയോ മറവി കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും
നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നാഥ നീ ഖബറിടത്തിൽ വെളിച്ചം നൽകി അനുഗ്രഹിക്കണേ. അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഭാര്യമാർ, ഭർത്താക്കന്മാർ, മക്കൾ, ബന്ധുക്കൾ, അയൽവാസികൾ, സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് തമ്പുരാനെ. എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ നാഥ. അവർക്ക് പിന്നിൽ മരണത്തിന്റെ ഊഴം കാത്തു നിൽക്കുന്ന ഞങ്ങൾക്ക് നാഥ റാഹത്തായൊരു മരണം തന്ന നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ. അങ്ങനെ പറഞ്ഞുകൊണ്ട് സലാം പറഞ്ഞ് പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ ആത്മാക്കളെ പിടിച്ചു കൊണ്ടുപോകുന്ന മനോഹരമായൊരു മരണമാണ് നാഥ ഞങ്ങൾ സ്വപ്നം കാണുന്നത്. പടച്ചവനെ, ഞങ്ങളുടെ സ്വപ്നത്തെ നീ സാക്ഷാത്കരിച്ചു തരണേ തമ്പുരാനെ. നാഥ, ഈ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്റെ ദീൻ വിശ്വസിച്ചതുകൊണ്ട്, മുസ്ലിം ആയതുകൊണ്ട് ഒട്ടേറെ പ്രയാസപ്പെടുന്ന സഹോദരീ സഹോദരന്മാരുണ്ട്. ഞങ്ങളുടെ മുമ്പിൽ ഗസയുണ്ട് നാഥ, പല രാജ്യങ്ങളുമുണ്ട്. പടച്ച തമ്പുരാനെ, അവർക്കും ഞങ്ങളെപ്പോലെ ആത്മാർത്ഥമായി സമാധാനത്തോടെ ഈ റമദാനിലേക്ക് പ്രവേശിക്കുവാനുള്ള ആ ഒരു സാഹചര്യം നീ അവർക്കും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നോമ്പിൽ ഞങ്ങൾക്ക് വന്നു പോകാവുന്ന എല്ലാ വീഴ്ചകളും നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. കുടുംബത്തോടെ സ്വർഗത്തിലെത്താനുള്ള മഹാഭാഗ്യശാലികളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ വസ്വലാത്തനാ വസിയാമനാ വതഖശ്ശുഅനാ വതളർറുഅനാ വതമ്മിം തഖ്സീറനാ വസായിറ അഅമാലിനാ വതിലാവത ഖുർആനിനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا يا غافر المذنبين. اللهم اجعل هذا القرآن إماما ونورا وهدى ورحمة لنا. اللهم اجعل هذا القرآن شاهدا لنا لا شاهدا علينا. اللهم اجعل هذا القرآن حجة لنا لا حجة علينا. اللهم بلغنا شهر رمضان. اللهم بلغنا شهر رمضان. اللهم بلغنا شهر رمضان. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعنا على الموت وهونه. اللهم هون علينا سكرات الموت. اللهم توفنا مسلما وألحقنا بالصالحين. ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار. ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء. رب اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. اللهم اجمعنا في جنات النعيم. اللهم اجمعنا في جنات الفردوس. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. صلى الله على سيدنا محمد وعلى آله وصحبه وسلم. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.